ആൻറ്റി ഏജിങ് ഓർ റിവേഴ്സ് ഏജിങ് അഥവാ യൗവനം നിലനിർത്താനും അകാല വാർദ്ധക്യം ബാധിച്ചാൽ അത് മാറ്റി ആരോഗ്യം തിരിച്ചു പിടിക്കാനും സാധിക്കുമോ? ഇക്കാര്യത്തിൽ ആധുനിക ശാസ്ത്ര പുരോഗതി എവിടെ വരെ എത്തി? നിത്യ യൗവനത്തിനും രോഗങ്ങൾ മാറ്റാനായും സഹായിക്കുന്ന കണ്ടുപിടുത്തങ്ങൾക്കായി ശതകോടികളുടെ ഗവേഷണങ്ങളാണ് ലോകമെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ശ്രമങ്ങൾ എവിടം വരെ എത്തി നിൽക്കുന്നു? എന്ത് പുരോഗതിയാണ് ആധുനിക ശാസ്ത്രം നേടിയിരിക്കുന്നത്? പ്രായമാകുന്നത് പതുക്കെയാക്കാനും ചെറുപ്പം നിലനിർത്താനും അകാല വാർദ്ധക്യം ഒഴിവാക്കാനും മാറ്റാനും എന്തൊക്കെ ശ്രദ്ധിക്കണം? അകാല വാർദ്ധക്യം മാറ്റാനും ദീർഘായുസ് കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നൊന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ ബോഡി എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് എന്താണെന്നുള്ളത് അറിയുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഹ്യൂമൻ ബോഡി നമുക്കെല്ലാം അറിയാം, ഒരു സ്പേമും ഒരു ഹാഫ് സെല്ലാണ് ഒരു പുരുഷനിൽ നിന്നുള്ള ഒരു സ്പേമും ഒരു എഗ്ഗും കൂടെ അമ്മയിൽ നിന്നുള്ള എഗ്ഗും കൂടി ഒരു സിംഗിൾ ആദ്യത്തെ സൈഗോട്ട് ഉണ്ടാകുന്നു. അതിൻ്റെ ആദ്യം ഒരു 280 days ആണ് അതിൻ്റെ ഗർഭാശയത്തിലുള്ള വളർച്ച. അതായത് 10 ചന്ദ്രമാസങ്ങൾ, അതായത് ചന്ദ്രമാസങ്ങൾ എന്നാണല്ലോ പറയുന്നത്. 28 ദിവസമുള്ള 10 ചന്ദ്രമാസങ്ങൾ ആ ഗർഭാശയത്തിനുള്ളിൽ വളർന്നു കഴിഞ്ഞ് ആണ് പുറത്തേക്ക് വരുന്നത്. അതിൽ ആദ്യത്തെ 10 ആഴ്ചയിലെ വളർച്ച നമ്മൾ പറയുന്നത് എംബ്രിയോ എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് അപ്പോഴേക്കും 10 ആഴ്ച കഴിയുമ്പോഴേക്കുമാണ് ഇതൊരു മനുഷ്യത്തിൻ്റെ ഷേപ്പിലേക്ക് എത്തുന്നത്. അതിന് മുമ്പ് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. 10 ആഴ്ചയാകുമ്പോഴേക്കും അതൊരു ഹ്യൂമൻ ഷേപ്പ് എത്തും. അപ്പോൾ അതിന് ഫീറ്റസ് എന്നാണ് വിളിക്കുന്നത്. ആ ഫീറ്റസ് ഈ 280 ദിവസമോ ചിലപ്പോൾ അതിന് കുറച്ച് മുമ്പോ ഒക്കെ ആയിട്ട് പുറത്തേക്ക് വരുന്നു. യൂഷ്വലി നമ്മളിപ്പോൾ ഒക്കെ 28 ആഴ്ച, ഈവൻ നമ്മൾ 24 ആഴ്ച വരെയാണ് ഇപ്പം നമ്മൾ ആയ കുഞ്ഞിനെ പോലും നമ്മൾ സിസേറിയനിലൂടെയൊക്കെ പുറത്തു എടുത്ത് നമ്മൾ വെന്റിലേറ്ററിലൊക്കെ വെച്ച് ജീവിപ്പിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ശരിക്കും വേണ്ടത് 10 ചന്ദ്രമാസം 280 ദിവസമാണ് ഒരു കുഞ്ഞിന് വളരാൻ വേണ്ട സമയം. പിന്നെ അതാണ് ഫേസ് 1 എന്ന് പറയുന്നത്. അത് ജനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ശൈശവമുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാലും പിന്നെ വളർച്ചയുടെ കാലങ്ങളാണ് 25 വയസ്സ് വരെയുള്ള സമയം. അതിൻ്റെ വളർച്ചയുടെ കാര്യങ്ങൾ അതിൽ തന്നെ ചൈൽഡ്ഹുഡുണ്ട്, ടീനേജ് ഉണ്ട്, അഡൽട്ട്ഹുഡിലേക്കുള്ള യാത്രയുണ്ട്. പിന്നെ 3ാമത്തെ ഫേസാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 25 വയസ്സായി കഴിഞ്ഞാൽ നമ്മൾ വളർച്ച കംപ്ലീറ്റ് ആയി എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 50 വയസ്സ് വരെയുള്ള സമയമാണ് നമ്മൾ അഡൽട്ട്ഹുഡ്, നമ്മൾ ഏറ്റവും പ്രൈം യൂത്ത് ഏജസ് എന്നുള്ളത് നമ്മൾ പറയുന്നത്. അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 25 വയസ്സിൽ നമ്മളെല്ലാം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ മുതൽ താഴേക്കാണ് റിഗ്രഷനാണ് തുടങ്ങുന്നത്. അപ്പം അതിൽ തന്നെ ഏകദേശം ഒരു 50-60 വയസ്സ് വരെ നമുക്കറിയാം. 50-60 വയസ്സ് വരെ നന്നായിട്ട് നമ്മൾ ബോഡി നോക്കുവാണെങ്കിൽ റീസണബിളി ഹെൽത്തി ആയിട്ടിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 4th ഫേസാണ് നമ്മൾ ഓൾഡ് ഏജിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഓൾഡ് ഏജ് നമ്മൾ ഓരോരുത്തരും അവനവൻ്റെ ബോഡിയെ എങ്ങനെ മാനേജ് ചെയ്യുന്നതനുസരിച്ചും നമുക്ക് കിട്ടിയിരിക്കുന്ന ജെനറ്റിക്സ് അനുസരിച്ചും നമുക്ക് വന്നിരിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ അനുസരിച്ചും ഒക്കെ ആയിരിക്കും ഓരോരുത്തരുടെ ഹെൽത്ത് ഇരിക്കുന്നത്. അത് നന്നായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മളൊരു 120 വർഷം, 100 മുതൽ 120 വർഷം വരെ പോകാം. അതായത് 50 വയസ്സ് 60 വയസ്സാകുമ്പോഴേക്കും ഒരു കുഴപ്പമില്ലാതെ ആരോഗ്യത്തോടെ ഇരിക്കുന്നവരും ഉണ്ട്. അതേസമയത്ത് 10-30 വയസ്സ് അതിന് മുമ്പ് തന്നെ മരുന്നുകൾ കഴിച്ച് തുടങ്ങുന്നവരും ഉണ്ട്. അപ്പം നമ്മളിപ്പോഴത്തെ ലേറ്റസ്റ്റ് നമ്മൾ എത്ര വയസ്സ് വരെ കിട്ടാമെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ വെസ്റ്റേൺ കണക്കനുസരിച്ച് നമ്മൾ പ്രൂവ്ഡ് ആയിട്ടുള്ളത് ഒരു ഏറ്റവും കൂടുതൽ ഏജ് വരെ ചെന്ന് പ്രൂവ് ചെയ്തിരിക്കുന്ന ഒരു വെസ്റ്റേൺ ഫ്രഞ്ച് ലേഡിയാണ്. അവർ 122 വർഷം വരെ ആയിരുന്നു അവരുടെ ലൈഫ് കിട്ടിയത്. ഇപ്പം ഇനിയിപ്പോൾ ഇതൊക്കെ നെറ്റിൽ നിന്നൊക്കെയുള്ള കാര്യങ്ങൾ അതൊക്കെ ഇപ്പോൾ ഇനി പുതിയതായിട്ട് ആൾക്കാർ ചിലപ്പം 122 കൂടുതലുള്ളവരും ഒക്കെ വരാം. പക്ഷേ ഇന്ത്യയിലെ കണക്കനുസരിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രായം വരെ ജീവിച്ചിരുന്നത് ഒരു സ്വാമിയാണ്, സ്വാമി ഗണപതി സരസ്വതി എന്ന് പറയുന്നത്. അദ്ദേഹം 1607 ജനിച്ച് 1887 മരിച്ചു. അത് മരിച്ചതിനെക്കുറിച്ച് ഒക്കെയുള്ള ഡിസംബർ 27 1887 സമാധിയായതിനെക്കുറിച്ചൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയുന്നുള്ളതാണ്. കാരണം അത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലത്താണ്. ഇദ്ദേഹം ശരിക്കും നമ്മളുടെ ഇപ്പോഴത്തെ പറയുകയാണെങ്കിൽ നഗ്ന സന്യാസിയായിരുന്നു.
അപ്പം പലപ്പോഴും അദ്ദേഹത്തെ അത് യൂഷ്വലി അങ്ങനെയുള്ളൊരു കൂടുതൽ ഫോറസ്റ്റിൽ നമ്മൾ ഈ കുംഭമേളയ്ക്കൊക്കെയാണല്ലോ കാണുന്നത്. ഇത് അദ്ദേഹം അവിടെ തന്നെ വാരണാസി തന്നെയായിരുന്നു. അദ്ദേഹം ജനിച്ചത് ആന്ധ്രയിലായിരുന്നു. പക്ഷേ അത് വാരണാസിയിൽ എത്തിയപ്പോൾ തന്നെ അദ്ദേഹത്തിന് 100 വയസ്സ് കൂടുതലുണ്ടായിരുന്നു. പിന്നെ 150 വയസ്സോളം വാരണാസി തന്നെയാണ്. അദ്ദേഹത്തെക്കുറിച്ച് അതുകൊണ്ട് വ്യക്തമായിട്ട് അറിയാം. ഈ ബ്രിട്ടീഷുകാരുടെ കാലത്ത് അദ്ദേഹത്തെ പല പ്രാവശ്യം പിടിച്ച് ജയിലിലിട്ടു. അതായത് ഈ ഡ്രസ്സില്ലാതെ നടക്കുന്നു എന്നുള്ളതിൻ്റെ ഇതിൽ. പക്ഷേ അദ്ദേഹത്തിന് സ്വന്തം ബോഡി മെറ്റീരിയലൈസ് ചെയ്യാനും ഡീമെറ്റീരിയലൈസ് ചെയ്യാനും പറ്റുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിന് ഇതിൽ വെച്ചാലും അത് കഴിയുമ്പോൾ നോക്കുമ്പോൾ അദ്ദേഹം ജയിലിൻ്റെ റൂഫ് ടോപ്പിലിരിക്കുന്ന കാണും. അതുപോലെ ഈ ഗംഗയിൽ വെള്ളത്തിന് മുകളിൽ ഇരിക്കാനും കിടക്കാനും നടക്കാനും ഒക്കെ പറ്റുമായിരുന്നു. ഇപ്പോൾ ഗംഗയിലെ വെള്ളത്തിന് മുകളിലൊക്കെ അദ്ദേഹത്തെ കാണാറുണ്ടായിരുന്നു എന്നും അദ്ദേഹം ഒരു വാക്കിംഗ് ശിവ അല്ലെങ്കിൽ ത്രൈലിംഗ സ്വാമി എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിരുന്നത്. പിന്നെ നമുക്കറിയാം ഈ കുംഭമേളയിലൊക്കെ വരുന്ന ഇത്ര സന്യാസിമാർക്ക് ഈ ഫോറസ്റ്റിലൊക്കെ ഉള്ളവർക്ക് അതിലും കൂടുതൽ പ്രായമുള്ളവരെയും ഒക്കെ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. നമ്മൾ ഒരു പല സന്യാസിമാരെ കുറിച്ചൊക്കെ വർഷങ്ങളായിട്ട് ഒത്തിരി ലോങ് ലിവിങ് ആയിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമുക്കതിനൊന്നും പ്രൂഫില്ല. പക്ഷേ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ഈ ത്രൈലിംഗ സ്വാമിയെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് തന്നെ ബ്രിട്ടീഷുകാരുടെയും ഒക്കെ ഡോക്യുമെൻറ്റേഷനും ജയിലിലൊക്കെ ഇട്ടിരുന്ന അതിനെക്കുറിച്ചൊക്കെ ഡോക്യുമെൻറ്റേഷൻസൊക്കെ ഉണ്ട്. നെക്സ്റ്റ് ഈ ഏജിങ് വരാനുള്ള കാരണം എന്താണെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളൊരു കുഞ്ഞുണ്ടാകുന്നു, പിന്നെ അതിൻ്റെ വളർച്ചയുടെ ഡിഫറെൻറ്റ് സ്റ്റേജാണ്. പിന്നെ യൂത്ത്ഫുള്ളായിട്ട് വരുന്നു, പിന്നെ അത് പതുക്കെ റിഗ്രസ് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പം എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ലേറ്റസ്റ്റ് സ്റ്റഡീസ് കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മൾ ഏത് രോഗത്തിനും കാരണം പറയുന്നത് DNA ഡാമേജാണ്. അതായത് നമ്മുടെ ജെനറ്റിക് മെറ്റീരിയൽ നമ്മുടെ കോശങ്ങളിൽ ഒരു കെമിക്കൽ ഫാക്ടറിയാണ്. അതിന് ഡയറക്ഷൻ കൊടുക്കുന്നത് DNAs ആണ്, നമ്മുടെ ജെനറ്റിക് മെറ്റീരിയലാണ്. അപ്പം ഈ ടോക്സിൻസ് അടിയുന്നതനുസരിച്ച് നമുക്ക് അതിനകത്ത് വരുന്ന ട്രാൻസ്ഫോർമേഷൻസ് വരും. അപ്പം ഈ നമുക്കറിയാലോ നമ്മളുടെ ബോഡി നമ്മൾ ഓരോ സെല്ലിലും 46 ക്രോമസോംസ് ആണുള്ളതെന്ന്. അത് ഒരു സെല്ല് ഡാമേജ് ആയാൽ അതിന് പകരം പുതിയ സെല്ല് വരണം. അപ്പോൾ അത് സ്റ്റെം സെൽസ് എന്ന് പറയും. അതിനകത്തുനിന്നാണ് ഈ സെല്ലുകൾ ഉണ്ടാകുന്നത്. അപ്പം നമ്മളുടെ ഇപ്പം ശ്വാസകോശത്തിൻ്റെ ലൈനിങ് ഒരു കോൾഡ് വരുന്നു. അപ്പം അത് വന്ന് അതിനകത്ത് വൈറസ് കയറി കഴിഞ്ഞാൽ അതിനെ മാറ്റി പുതിയ സെല്ലിനെ ഉണ്ടാക്കണം. എന്നാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പം അതിന് നമ്മളുടെ ഈ ശ്വാസകോശത്തിൻ്റെ ലൈനിങ്ങിലൊക്കെ സ്റ്റെം സെൽസ് ഉണ്ടാകും. അപ്പോൾ ആ പഴയ ഡാമേജ് സെല്ലിനെ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഡിസ്ട്രോയ് ചെയ്യും. അതിന് പകരം പുതിയതുണ്ടാകും. അപ്പം ഈ പ്രോസസ്സിൽ ഓരോ സ്റ്റെം സെല്ലിനും ഒരു ജനറലി പറയുന്ന ഒരു 50 പ്രാവശ്യം ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തീരും. അതിൻ്റെ ഒരു ഈ ക്രോമസോമിൻ്റെ അറ്റത്തൊരു തൊപ്പി പോലെ ഒരു കാര്യമുണ്ട്. അതിന് ടീലോമിയർ എന്നാണ് പറയുന്നത്. അതിൻ്റെ ഡിവിഷൻ കൂടി കൂടി വരുന്നതനുസരിച്ച് അത് ഷോർട്ടൻഡായി പോകും. അപ്പോൾ അതോടുകൂടി ആ ഇത് കഴിയും. അപ്പോൾ പിന്നെ പുതിയ സ്റ്റെം സെൽസ് വരണം. അപ്പം ഇതിനൊക്കെ ഒരു ലിമിറ്റുണ്ട്. നമ്മളുടെ ബോഡിയിൽ ഇത്ര സെല്ലുമായിട്ട് വന്ന് അതിന് ഇത്രയധികം സ്റ്റെം സെൽസ് ഉണ്ടാകും, ഇതൊക്കെ ഉണ്ടാകും. അപ്പം നമ്മളുടെ കൂടുതൽ രോഗങ്ങൾ വരുമ്പം നമ്മളുടെ മോർ സെൽസ് ഡിസ്ട്രോയ്ഡ് ആകും, നമ്മളുടെ മോർ സ്റ്റെം സെൽസ് യൂസ്ഡ് ആയി പോകും. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതെങ്കിലും ന്യൂട്രീഷൻ കുറഞ്ഞു പോയി, നമ്മളുടെ സെൽ ഡിവിഷൻ വരുമ്പം നമുക്ക് കുറേ ഓൾമോസ്റ്റ് 52 ന്യൂട്രിയൻസ് വേണം. 14 വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീന്, ഒമേഗ 3, 6 ഫാറ്റ്, ഇങ്ങനെയെല്ലാം വേണം. ഇതിലേതിലും കുറവ് വന്നു കഴിഞ്ഞാൽ അത് നമ്മളുടെ പുതിയ സെല്ലിനെ ഉണ്ടാക്കുന്ന ആ സെല്ലിന് ആരോഗ്യം ഉണ്ടാവില്ല. അപ്പോൾ അതിന് വീണ്ടും ഫാസ്റ്ററായിട്ട് ഡിസ്ട്രക്ട്. നല്ല ഹെൽത്തി ഉണ്ടെങ്കിൽ കൂടുതൽ ദിവസം ജീവിക്കുകയുള്ളൂ. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ RBCയുടെ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ 3-4 മാസമാണ്. പക്ഷെ അത് നല്ല RBC അല്ല, അത് അത്ര ഹെൽത്തി അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഡിസ്ട്രോയ്ഡ് ആയി പോകും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കണക്ക്. അപ്പോൾ അതുപോലെ നമ്മളുടെ വൈറ്റ് ബ്ലഡ് സെൽസ്, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ സെല്ലിന് ഷോർട്ട് ലൈഫ് സ്പാനാണ്. പ്രത്യേകിച്ച് നമുക്കൊരു രോഗമുള്ള സമയത്ത് അത് ഫാസ്റ്ററായിട്ട് ഡിസ്ട്രോയ്ഡ് ആകും. കാരണം അതൊരു വൈറസ് ബാധിച്ച സെല്ലിനെ അത് എൻഗൾഫ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ ഡൈജസ്റ്റ് ചെയ്യാനോ ശ്രമിക്കുന്നതോടുകൂടി അത് നശിച്ചു പോകും. അപ്പം ഇതെല്ലാം ഇങ്ങനെ നമുക്ക് ഓരോ രോഗങ്ങൾ വരുന്നതനുസരിച്ച് നമ്മുടെ സ്റ്റെം സെൽസും കൂടി തീർന്നുകൊണ്ടിരിക്കുക. അതുപോലെ ടോക്സിൻസ്, ഇപ്പം നമ്മൾ ആൽക്കഹോളോ അല്ലെങ്കിൽ സ്മോക്കിങ്ങൊക്കെ കഴിച്ച് ഉള്ളവരുടെ ലങ്സിൻ്റെ സ്റ്റെം സെൽസ് ഫാസ്റ്റായിട്ട് തീർന്നു പോകും. കാരണം അതെപ്പോഴും ഇൻഫ്ലമേഷൻ ഇൻഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം അതുപോലെ നമ്മൾ കൂടുതൽ
എയർ പൊല്യൂഷൻ ഉള്ളിടത്തോ വാട്ടർ പൊല്യൂഷൻ ഉള്ളിടത്തോ മോർ കളറും പ്രിസർവേറ്റീവ്സും കെമിക്കൽസ് അടങ്ങിയ ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതനുസരിച്ച് നമ്മളുടെ സെല്ല് ഡാമേജ്ഡ് ആയിക്കൊണ്ടിരിക്കും, ഫാസ്റ്റർ റീപ്ലേസ്മെൻറ്റ് വേണ്ടി വരും. അപ്പോൾ അതനുസരിച്ച് സ്റ്റെം സെൽസ് തീർന്നു പോകും. അപ്പം ലങ്ങിൻ്റെ സ്റ്റെം സെൽസ് തീർന്നു പോകുമ്പോഴാണ് നമ്മൾ ഈ COPD അങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ വരുന്നത്. ഇവൻ നമ്മൾ ഇൻഡസ്ട്രീഷ്യൽ ഫൈബ്രോസിസ്, ഓട്ടോഇമ്യൂൺ ഡിസീസൊക്കെ വന്നു. ഇതിലെല്ലാം സെൽ ഡിസ്ട്രക്ഷനാണ് വരുന്നത്. അപ്പം അതിനൊപ്പം തന്നെ പുതിയതായിട്ടുണ്ടാക്കുന്നതിന് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റണമെങ്കിൽ വേണ്ട ന്യൂട്രിഷൻ വേണം, ടോക്സിൻസ് കുറയണം. ഇതിൽ ഉള്ള ആ ബാലൻസാണ് നമ്മളുടെ ആരോഗ്യത്തിൻ്റെ മൊത്തമായിട്ടുള്ളതാണേലും ഏതെങ്കിലും ഒരു ഓർഗൻ വൈസ് ആയിട്ടാണേലും എല്ലാം ഇതാണ് അതിനകത്ത് വരുന്നത്. പിന്നെ ഇപ്പം നമ്മൾ സ്റ്റെം സെൽസ് തീർന്നു പോയി, പിന്നെ എങ്ങനെയാണ് നമ്മൾ ഈ ക്യാൻസർ സെല്ല് വരുന്നത്? അതിനകത്ത് ഡിവിഷൻ കൂടുകയല്ലേ എന്നുള്ളൊരു ചോദ്യം വരും. ഇപ്പോൾ ഈ ടീലോമിയർ ഒക്കെ ഷോർട്ടൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ക്യാൻസറിലേക്ക് പോകുന്നത്? ക്യാൻസറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ സെല്ലിൻ്റെ ആ കൺട്രോളൊന്നും ഇല്ലെന്നായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും മരിക്കാത്തതെന്ന് പറയാൻ പറ്റില്ല. ഈ ക്യാൻസർ സെൽസ് ചിലതൊക്കെ മരിക്കാത്ത ക്യാൻസർ സെല്ലുണ്ടെന്നല്ല. അതിനകത്തൊരു എക്സാമ്പിളാണ് ഹീല സെൽസ് എന്ന് പറഞ്ഞ് ഒരു സെൽ. അതാണ് നമ്മൾ ഇന്നും, അത് 1951 ശരിക്കും അമേരിക്കയിലുള്ള ഒരു ലേഡിയുടെ ഒരു ക്യാൻസർ, സെർവൈക്കൽ ക്യാൻസറിൽ നിന്ന് എടുത്ത സെല്ലാണ് ഹീല സെൽസ് എന്ന് പറഞ്ഞത്. അത് ഇന്നും ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുക. ആ സെല്ലാണ് പല ഈ ഡ്രഗ് സ്റ്റഡീസിനും ഇതുപോലത്തെ എല്ലാ കൺട്രോളിന് വേണ്ടിയിട്ട് ലോകം എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പ്രത്യേക സെല്ല് അതിന് ഇതുവരെയും അങ്ങനെ കണ്ടിന്യൂസ്ലി റെപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിക്കാം. അതായത് കൺട്രോള്, സെല്ലിൻ്റെ ഡിവിഷൻ കൺട്രോള് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് ക്യാൻസറായിട്ട് മാറുന്നത്. അത് ആ ലേഡി ആക്ച്വലി ഒരു ഫെബ്രുവരി 1951 ഡയഗ്നോസ് ചെയ്യുന്നത്. അവർ വിതിൻ ഫ്യൂ മന്ത്സ് തന്നെ മരിച്ചു പോയി, 31 ഇയേഴ്സിൽ. പക്ഷേ ഇപ്പോഴും അവരുടെ ആ സെൽസ് ഒക്ടോബർ 4 എന്തോ ആണ് അവർ മരിക്കുന്നത്. അത് കഴിഞ്ഞാലും ഇന്നും അവരുടെ ആ സെല്ലിൽ നിന്നുള്ള സിബ്ലിംഗ് സെൽസിനെയാണ് ഇന്നും ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഏജിങ്ങിലേക്ക് നമ്മളെ പുഷ് ചെയ്ത് വിടുന്നത് ആക്ച്വലി നമ്മൾ ഒന്ന് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി, 2 ടോക്സിൻസ്, 3 നമ്മുടെ രോഗങ്ങൾ തന്നെ. ഈ വൈറൽ ഇൻഫെക്ഷൻസ് ആണെങ്കിലും ഡയബറ്റീസ് ആണെങ്കിലും ഹൈപ്പർ ടെൻഷൻ ആണെങ്കിലും എല്ലാം ഇൻഫ്ലമേറ്ററി ഡിസീസസാണ്. അപ്പോൾ ഹൈപ്പർ ടെൻഷൻ ആണെങ്കിൽ ബേസിക്കലി ഹാർട്ടിനെയും രക്തക്കൊള്ളുകളെയാണ് ബാധിക്കുന്നത്. ഇപ്പം നമ്മൾ ആൽക്കഹോളാണ് ലിവറിനെയാണ്, ഹെപ്പറ്റൈറ്റിസ് ആണ് ലിവറിനെയാണ് ബാധിക്കുന്നത്. അപ്പോൾ അതിനായിരിക്കും കൂടുതൽ പ്രശ്നം വരുന്നത്. ഇപ്പോൾ ഡയബറ്റീസ് ആണെങ്കിൽ ഓൾ ബോഡിയിലെ രക്തക്കൊള്ളുകളെ ബാധിക്കും. അപ്പോൾ അത് കിഡ്നിയെ ബാധിക്കാം, ലിവറിനെ ബാധിക്കാം, കണ്ണിനെ ബാധിക്കാം. അപ്പോൾ ഏത് അവയവത്തെ ബാധിക്കുന്നോ അവിടുത്തെ സെല്ലുകൾക്കാണ് ഡിപ്ലീഷൻ വരുന്നത്. അപ്പോൾ അതനുസരിച്ച് ഇപ്പോൾ കിഡ്നി ആണെങ്കിൽ നമ്മൾ ഡയബറ്റിക് പേഷ്യൻറ്റിനെ ചുരുങ്ങിപ്പോവും, അവൻ്റെ സ്റ്റെം സെൽസ് എല്ലാം തീർന്നു പോയി കഴിഞ്ഞാൽ അതിന് പിന്നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റാതെ വരും. ഇതെല്ലാമാണ് ഏത് ഡിസീസിലാണേലും നമ്മളെ അതിൻ്റെ രോഗത്തിൻ്റെ എൻഡിലേക്ക് എത്തിക്കുമ്പോൾ നമ്മളൊരു ഓർഗൻ ഡാമേജ് ആയിരിക്കും വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ പല ട്രീറ്റ്മെൻറ്റുകളും നമ്മളെ അതിലേക്ക് ഫാസ്റ്ററായിട്ട് എത്തിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ മരുന്ന് തന്നെ ഒരു ടോക്സിൻ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ഈ മരുന്നുകളും പ്രത്യേകിച്ച് നമ്മളുടെ ലിവറിൻ്റെയും കിഡ്നിയുടെയും ഈ രക്തക്കൊള്ളുകളെയും ആരോഗ്യത്തെ നെഗറ്റീവായിട്ട് ബാധിക്കും. പിന്നെ മറ്റുള്ള ഈ ഓപ്പറേഷൻസ്, നമ്മൾ എന്ത് ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോഴും, പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ ഒരു കോസ്മെറ്റിക് സർജറി ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം, ഇപ്പം സ്കിന്നായിരിക്കും പല ഭാഗത്തെയും എടുത്തു കളയും. ഈവൻ ബെറിയാട്രിക് സർജറി ചെയ്യുമ്പോൾ നമ്മൾ കുറേ ഇൻഡസ്ട്രീൻ്റെ ഭാഗം, സ്റ്റൊമക്കിൻ്റെ ഭാഗം തന്നെ എടുത്തു കളയും. അപ്പോൾ അതോടുകൂടി കുറേ സ്റ്റെം സെൽസും കൂടെ പോവുകയാണ് ചെയ്യുന്നത്. സോ നമ്മൾ എന്ത് ഓപ്പറേഷനും നമ്മളുടെ സ്റ്റെം സെൽസ് എടുത്തു കളയുന്നതോടുകൂടി നമ്മൾ സ്റ്റെം സെൽസും കൂടെ കുറഞ്ഞു പോവുകയാണ്. അപ്പോൾ വീണ്ടും നമ്മളെ ക്ലോസർ ടു, നമ്മൾ ലോങ് ലൈഫിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിലും ക്ലോസർ ടു എൻഡിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. പിന്നെ അതുപോലെ കീമോതെറാപ്പി, റേഡിയേഷൻ. അപ്പോൾ ഈ ക്യാൻസർ സർജറീസ് ചെയ്യുമ്പോൾ എന്താ നമ്മൾ ചെയ്യുന്നത്? ക്യാൻസർ ഉള്ളതും അതിന് ചുറ്റുമുള്ളതും അതിൻ്റെ ലിംഫ് നോഡ്സും എല്ലാം കൂടെയാണ് എടുക്കുന്നത്. റാഡിക്കൽ സർജറിയാണ്. അപ്പോൾ നമ്മൾ അത്രയും ഇമ്മ്യൂൺ സിസ്റ്റം സെൽസിനെ തന്നെ ഡാമേജ് ചെയ്യുകയാണ്. പിന്നെ നമ്മളുടെ റേഡിയേഷൻ ആണെങ്കിൽ വീണ്ടും നമ്മുടെ സെൽസിനെ, ഇപ്പം നമ്മൾ ബ്രസ്റ്റിന് വേണ്ടിയിട്ട് റേഡിയേഷൻ കൊടുക്കുമ്പോൾ ബ്രസ്റ്റിൻ്റെ സെൽസ് മാത്രമല്ല അതിനുള്ളിൽ ലങ്സിനും ഹാർട്ടിനും ഒക്കെ ഡാമേജ് വരുന്നുണ്ട്. കാരണം അത്ര നമ്മൾ ഓൾറെഡി ക്യാൻസർ സെല്ലിനെയൊക്കെ എടുത്ത് കളഞ്ഞു വെച്ചിട്ടാണല്ലോ ഓപ്പറേഷനോട് കൂടി കൂടുതൽ മാറ്റിക്കഴിഞ്ഞ് കംപ്ലീറ്റ് സർജറി ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും വീണ്ടും എടുക്കും.
അപ്പം അതുപോലെ കീമോതെറാപ്പി ആണെങ്കിലും ഈ ഫാസ്റ്റ് ഡിവൈഡിങ് സെല്ലിനെയാണ് കീമോതെറാപ്യൂട്ടിക് ഏജൻസ് ഒക്കെ തരുന്നത്. നമ്മുടെ ബോഡിയിൽ ഏറ്റവും ഫാസ്റ്റ് ഡിവൈഡിങ് സെൽ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മളുടെ ബോൺ മജ്ജയിലെ സ്റ്റെം സെൽസാണ്, ബ്ലഡ് സെൽസ് ഉണ്ടാക്കാനുള്ള വൈറ്റ് ബ്ലഡ്സും റെഡ് ബ്ലഡ് സെൽസും പ്ലേറ്റ്ലെറ്റ്സും ഒക്കെ ഉണ്ടാക്കാനുള്ള സ്റ്റെം സെല്ലാണ് ഏറ്റവും ഫാസ്റ്റായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ഹെയർ ഫോളിക്കിൾ, അതിനെയൊക്കെയാണ് നമ്മൾ ക്യാൻസറിനെയാണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കീമോതെറാപ്പി എടുക്കുന്നതെങ്കിൽ ഈ സെൽസ് എല്ലാം ഡിസ്ട്രോയ്ഡ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ നമ്മൾ വീണ്ടും ക്ലോസർ ടു സ്റ്റെം സെൽ ഡിപ്ലീഷനും ഇമ്മ്യൂണിറ്റി കുറയുകയാണ്. ഇമ്മ്യൂണിറ്റി ആണല്ലോ നമ്മളുടെ രോഗത്തെ നിന്ന് മാറ്റേണ്ടത്. ഫൈനലി നമ്മളിപ്പോൾ ഒരു രോഗം വന്ന് മരിക്കുമ്പോഴെങ്ങനെയാണ്, പ്രായമായി ഏജായി മരിക്കുകയാണെങ്കിലും ഇമ്മ്യൂണിറ്റി തീർന്നു പോയി, നമ്മളുടെ സ്റ്റെം സെൽസ് തീർന്നു പോയി, മജ്ജയിലെ സ്റ്റെം സെൽസ് തീർന്നിട്ട് നമ്മൾ ഇമ്മ്യൂണിറ്റി കുറഞ്ഞു കഴിയുമ്പോൾ ഐദർ ഇൻഫെക്ഷൻ വന്ന് മരിക്കും, അല്ലെ ക്യാൻസർ വന്ന് മരിക്കും. ഈ 2 രീതിയിലായിരിക്കും മിക്കവാറും മരിക്കുന്നത്. അപ്പോൾ പിന്നെ കീമോതെറാപ്പിയൊക്കെ എടുത്ത് നമ്മൾ ഒത്തിരി എടുത്തിട്ടുണ്ടെങ്കിൽ പല കീമോതെറാപ്പി എടുത്ത് ഷോർട്ട് റിപ്പീറ്റഡ് കോഴ്സ് റെക്കറൻസും ഒക്കെ വന്നിരിക്കുന്നവർ മിക്കവാറും മരിക്കുന്നത് ഈ ബോൺ മാരോ ഡിപ്രഷൻ കൊണ്ടായിരിക്കും. പാൻസൈറ്റോപീനിയ, അവസാനം ഒരു റെഡ് ബ്ലഡ് സെൽസോ ഒക്കെ കുറഞ്ഞു പോയി, അനീമിക്കായി, അല്ലെങ്കിൽ WBCs കുറഞ്ഞു പോയി. ഒന്നെങ്കിൽ അനീമിയ കൊണ്ട് മരിക്കും, അല്ലെങ്കിൽ WBCs കുറഞ്ഞു പോയിട്ട് ഈവൻ ഈ ബ്ലഡ് ക്യാൻസർ പേഷ്യൻസ് പോലെ ആദ്യം ബ്ലഡ് കൗണ്ട് കൂടുതലായിരിക്കും, പക്ഷെ ഫൈനലി വരുമ്പം ബ്ലഡ് കൗണ്ട് കുറഞ്ഞു പോയിട്ടായിരിക്കും മരിക്കാനിട വരുന്നത്. അപ്പം അതെല്ലാം നമ്മളുടെ മെഡിസിൻസിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റും കൂടെ വരുന്നുണ്ട്. അപ്പം ബേസിക്കലി ഇതാണ് നമ്മൾ മനസ്സിലാവേണ്ടത്. നമ്മൾ എന്ത് ട്രീറ്റ്മെൻറ്റ് എടുത്താലും നമ്മൾ അവിടെ നമ്മളുടെ ബോഡിയിലെ സ്റ്റെം സെൽസിനെയൊക്കെ ഡിസ്ട്രോയ് ചെയ്യുന്ന ഒരു ആസ്പെക്റ്റും കൂടെ വരുന്നുണ്ടെന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിലൊക്കെ നമ്മൾ കാണാറുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ 70 വയസ്സും 80 വയസ്സും ഒക്കെ ഉള്ളവർക്ക് ഒരു ക്യാൻസർ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും അവർ സർജറിയും ചെയ്ത് പിന്നെ കീമോതെറാപ്പിയും റേഡിയേഷനും ഒക്കെ ചെയ്യുമ്പം നമ്മൾ അതും കൂടി ഒന്ന് മനസ്സിലാക്കണം. ഈ കീമോതെറാപ്പിയും റേഡിയേഷനും അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഒക്കെ ഡാമേജ്ഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഇത്രയും പ്രായമൊക്കെ ഉള്ളവർ നമ്മൾ വീണ്ടും കീമോതെറാപ്പിയും റേഡിയേഷനും സർജറിയും ഒക്കെ വരുമ്പോഴേക്കും ഓരോ സർജറിയും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനൊരു സ്ട്രെസ്സാണ് കൊടുക്കുന്നത്. അപ്പോൾ കാരണം ഒരു മുറിവ് ഉണ്ടായി അത് ഉണങ്ങണ്ടേ, പിന്നെ അതുകൂടാതെ ഓരോ കീമോതെറാപ്പിയും റേഡിയേഷനും ഒക്കെ വരുമ്പോൾ അപ്പോൾ അതും കൂടെ കൺസിഡർ ചെയ്ത് വേണം നമ്മൾ ഈ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കാൻ. കാരണം ഇപ്പോൾ എന്തെന്ന് വെച്ചാൽ ഒരു രോഗം കണ്ടുപിടിച്ചാൽ അതിന് ട്രീറ്റ്മെൻറ്റ് എടുത്തിരിക്കണം, ലോകത്തുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റും എടുത്തിരിക്കണം എന്നുള്ള ഒരിതാണ്. പക്ഷേ ഈ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് എന്താ ഗുണം എന്നുള്ളതും കൂടെ നമ്മൾ ആലോചിക്കേണ്ടത് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രായമായിട്ടും, പ്രത്യേകിച്ച് 4th സ്റ്റേജും 3rd സ്റ്റേജും ഒക്കെ വന്ന ക്യാൻസറുകൾക്ക് പോലും അഗ്രസീവ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു. അത് ശരിക്കും ഇൻഇഫക്റ്റ് അവർക്ക് ഗുണമാണോ ദോഷമാണോ എന്നുള്ളതും കൂടെ. കാരണം അങ്ങനത്തെ സ്റ്റഡീസ് ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം മരുന്നുകൾ ഇല്ലാതെ നോക്കുന്നതും മരുന്ന് കഴിച്ചുകൊണ്ട് നോക്കുന്നതും, അല്ലെ ഓപ്പറേഷൻ ഇല്ലാതെ നോക്കുന്നതും, ഓപ്പറേഷൻ ചെയ്തിട്ട് നോക്കുന്നതും, ഈവൻ നമുക്കിതൊക്കെ തന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. ഈ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്തുകൊണ്ട് എന്ത് ബെനിഫിറ്റ്? ഇതിനൊന്നും തന്നെ അവസരം കിട്ടുന്നില്ല. കാരണം പേഷ്യൻറ്റിന് കീമോതെറാപ്പിയും റേഡിയേഷനും ഓപ്പറേഷനും വേണ്ടാന്നുണ്ടെങ്കിലും ബന്ധുക്കളും എല്ലാവരും കൂടെ അവരെ പ്രഷറൈസ് ചെയ്ത് ചെയ്യിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷെ അതിനുള്ള ബെനിഫിറ്റിൻ്റെ എവിഡൻസ് നമ്മുടെ കയ്യിലുണ്ടോ എന്നുള്ളതും കൂടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പ്രത്യേകിച്ചും പ്രായമായവരിലും കുറച്ചൊരു അഡ്വാൻസ്ഡ് സ്റ്റേജ് ഓഫ് ക്യാൻസറും ഒക്കെ വരുമ്പോൾ. അപ്പം അതും കൂടെ നമ്മൾ മനസ്സിൽ വെക്കേണ്ടതുണ്ട്. ഈ ആൻറ്റി ഏജിങ്ങും ഒക്കെ കൂടെ നോക്കുമ്പോൾ നമ്മൾ കൂടുതൽ സർവൈവൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ഈ അഗ്രസീവ് ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കുന്നത്. അപ്പം അത് നമുക്ക് എങ്ങനെയാണ് ഏജിങ് പ്രൊമോട്ട് ചെയ്യുന്നതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. നെക്സ്റ്റ് നമ്മൾ ഏജിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കുമ്പം, അല്ലെങ്കിൽ ഗ്രേസ്ഫുൾ ഏജിങ് അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്ന ഈ ഏജിനെ ഹൈഡ് ചെയ്യുന്നതും റിയൽ ആൻറ്റി ഏജിങ്ങും തമ്മിലുള്ള ഡിഫറൻസും കൂടെ മനസ്സിലാക്കണം. ഇപ്പം നമ്മൾ ഹെയർ ഡൈ ചെയ്യുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇപ്പം നരച്ചിരിക്കുന്ന ഒരാൾ ഹെയർ ഡൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളുടെ എല്ലാവരുടെയും ചെറുപ്പക്കാരുടെ എല്ലാം ബ്ലാക്ക് ഹെയർ ആണല്ലോ ഇന്ത്യയിൽ. അപ്പം ഇപ്പോൾ ഗ്രേ ഹെയർ ബ്ലാക്ക് ആക്കാൻ നമുക്കിപ്പോൾ 5 മിനിറ്റ്, ഇപ്പം 5 മിനിറ്റ്സ് കൊണ്ട് ചെയ്യാവുന്ന ഡൈസൊക്കെ ഉണ്ട്. അപ്പം അത് ചെയ്ത് കഴിയുമ്പോഴേക്കും ഭയങ്കര ഏജ് കുറഞ്ഞതുപോലെ തോന്നും. അപ്പം അത് ശരിക്കും ആൻറ്റി ഏജിങ് അല്ല, ശരിക്കും അത് ഹൈഡിങ് ആണ്. കോസ്മെറ്റിക്സ് ഉപയോഗിച്ച്, അതുപോലെ മുഖത്തുള്ള ചുളിവുകൾ ഒക്കെ നമുക്ക് കോസ്മെറ്റിക് തേച്ച് തന്നെ നമുക്ക് ചുളിവ് കുറയ്ക്കാം. അപ്പം കോസ്മെറ്റിക്സ് ഒക്കെ ഇട്ട് മേക്കപ്പ് ഒക്കെ ചെയ്തിരിക്കുമ്പം വളരെ യങ്ങായിട്ട് തോന്നും. മുടിയും കറുപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോഡി കോമ്പോസിഷനും കൂടെ വണ്ണമൊക്കെ നല്ല ബോഡി ഷേപ്പും കൂടെ ഉള്ളവരാണെങ്കിൽ
ബേസിക്കലി 70 വയസ്സായ ആളെയും നമുക്ക് 30 വയസ്സോ 25 വയസ്സിലേക്ക് പോലും എത്തിക്കാൻ നമുക്ക് കാണാമല്ലോ. ചില ഫിലിം സ്റ്റാർസൊക്കെ കുറച്ച് പ്രായമുള്ളവരാണേലും വളരെ യങ്ങായിട്ട് പോലും അഭിനയിക്കാൻ പറ്റുന്നുണ്ട്. കാരണം അത് ആ മേക്കപ്പിൽ അങ്ങ് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം അതാണ് ഒരു സൈഡ്. അതും നമ്മൾ ആൻറ്റി ഏജിങ് ആയിട്ട് എടുക്കരുത്. പിന്നെ നമ്മൾ ഫേസിലാണെങ്കിലും കുറച്ച് സാഗിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. പിന്നെ നമ്മൾ ലേഡീസാണെങ്കിൽ ബ്രസ്റ്റ് സാഗിങ്, സൈസ് അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ വരും. മുഖത്തിലെ സൈസ്, പിന്നെ നെക്കിൽ വരുന്ന ചുളിവുകൾ അങ്ങനത്തെ ഒക്കെ വരുമല്ലോ. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് ഓപ്പറേഷൻ ചെയ്ത് കറക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അതുകൊണ്ട് അത് ആൻറ്റി ഏജിങ് ആകുന്നില്ല. അവിടുത്തെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും എന്താണെന്നൊരു കാര്യം കൂടെ ഓർക്കേണ്ടത്, നമ്മൾ ടോക്സിൻസ് ആഡ് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഇപ്പം ലിഫ്റ്റിംഗ്, ഫേസ് ലിഫ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ത്രെഡൊക്കെ വെച്ചിട്ട്, അതായത് ഒരു പ്രത്യേകിച്ച് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്നൊരു ലിഫ്റ്റഡ് ആയിട്ട് ഫേസ് വന്ന് ഭയങ്കര ലുക്ക് വരും. പക്ഷെ അതൊക്കെ 6 മാസമൊക്കെ നിലനിൽക്കുകയുള്ളൂ. അതൊക്കെ പലപ്പോഴും ഈ മറ്റേ ഫിലിം സ്റ്റാർസും അങ്ങനത്തെയൊക്കെ പോലെയുള്ളവർ വളരെ കോമൺലി ഉപയോഗിക്കുന്ന, അതായത് എക്സ്റ്റേണലി അപ്പിയറൻസിന് ഇമ്പോർട്ടൻസ് ഉള്ള പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ വളരെ കോമൺലി യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒരു 3 to 6 മന്ത്സ് അതിൻ്റെ ഇഫക്റ്റ് നിൽക്കും, വീണ്ടും ചെയ്യേണ്ടി വരും. പിന്നെയാണ് നമ്മൾ ഈ ലിഫ്റ്റിംഗ്, ഇപ്പം ഫേസ് ലിഫ്റ്റിംഗ്, നെക്ക് ലിഫ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് സർജിക്കൽ കറക്ഷൻസ് ഉണ്ട്. അതിലാണെങ്കിൽ നമ്മൾ കാണാത്ത സ്ഥലങ്ങളിലൂടെ മറ്റേ നമ്മൾ മാർജിൻസിൽ കൂടെ അല്ലെങ്കിൽ ഇൻറ്റേർണലി കൂടെ പോയി മുറിവുകൾ പ്ലാസ്റ്റിക് സർജറി ആയിട്ട് ചെയ്ത് അതിനകത്തൂടെ ഫാറ്റൊക്കെ സക്ക് ചെയ്ത് മാറ്റിയൊക്കെയാണ് അത്തരം സർജറീസ് ചെയ്യുന്നത്. അതൊക്കെ എന്ത് സർജറി ചെയ്യുമ്പോഴും നമ്മൾ കുറച്ച് ബോഡി പാർട്ടും കൂടെ മാറ്റിക്കളയേണ്ടി വരും. അപ്പോൾ അവിടെ നമ്മുടെ സ്റ്റെം സെൽ ലോസാണ് വരുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത്. എന്ത് കാര്യമാണേലും ആൻറ്റി ഏജിങ്ങും അല്ലെങ്കിൽ ഹൈഡിങ് ഏജിങ്ങും തമ്മിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഹൈഡ് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മളുടെ ആരോഗ്യം കുറയുമായിരിക്കും ചെയ്തിരിക്കുന്നത്. കാരണം നമ്മളൊരു ഡൈ തലയിൽ ഹെയറിൽ തേച്ച് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ആ കെമിക്കൽസ് നമ്മുടെ ഹെയർ ഫോളിക്കിളിലേക്ക് വരും. ഹെയർ ഫോളിക്കിളിൽ നിന്ന് അത് അബ്സോർബ് ചെയ്യും. അത് നമ്മുടെ ക്യാൻസർ കൂട്ടാനും ഒക്കെ ഇപ്പോൾ ഒക്കെ സ്റ്റഡീസ് നടന്നിട്ടുള്ളതാണ്. ഹെയർ ഡൈയും ഹെയർ സ്ട്രൈറ്റനേഴ്സും ഒക്കെ ലേഡീസിലൊക്കെ ആണെങ്കിൽ യൂട്രൈൻ ക്യാൻസർ, ഓവറിയൻ ക്യാൻസർ ഇതൊക്കെ കൂട്ടും. അതുപോലെ ബ്രസ്റ്റ് ക്യാൻസർ, ജെൻസിലാണെന്നുണ്ടെങ്കിൽ ബ്ലാഡർ ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ, ഇതിനെല്ലാം ചാൻസസ് കൂട്ടും എന്നുള്ള അല്ലാത്ത സ്ഥലങ്ങളിലെ ക്യാൻസറിനും പോസിബിലിറ്റി കൂട്ടും. ഇതൊക്കെ വളരെ ക്ലിയർ ആയിട്ടുള്ള സ്റ്റഡീസ് ഓൾറെഡി വന്നിട്ടുള്ളതാണ്. അപ്പം അതുപോലത്തെ നമ്മൾ ഈവൻ മുഖത്ത് ഇടുന്ന കെമിക്കലുകളും എല്ലാം നമ്മളുടെ കിഡ്നിയുടെയും ലിവറിൻ്റെയും ആരോഗ്യം ഇത് കുറയും. അതിൻ്റെ ഏജ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കിഡ്നി ഫെയിലിയറിലേക്ക് പോകാനുള്ള സാധ്യത കൂട്ടും, ലിവർ ഫെയിലിയറിലേക്ക് പോകാനുള്ള സാധ്യത കൂട്ടും, ക്യാൻസറിൻ്റെ സാധ്യത കൂട്ടും, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൻ്റെ സാധ്യത കൂട്ടും, അലർജിയുടെ സാധ്യത കൂട്ടും. ഇതെല്ലാം നമ്മൾ ഈ ഹൈഡ് ചെയ്യാൻ ചെയ്യുന്ന എല്ലാ മെക്കാനിസത്തിനും ഇത് ബാധകമായിട്ട് വരും. ബേസിക്കലി ഏജിങ് നമുക്ക് കുറയ്ക്കണമെങ്കിൽ നമ്മളുടെ ബോഡി, അതായത് നമ്മുടെ ബോഡി ഏറ്റവും പ്രൈം ഹെൽത്തിലേക്ക് വരുന്ന ഒരു 24-25 ഇയേഴ്സിലാണ്. അപ്പം ഏറ്റവും ബെസ്റ്റ്, ഇപ്പം നമുക്കറിയാം അത്ലറ്റ്സൊക്കെ ഏറ്റവും അവരുടെ പ്രൈം ഹെൽത്ത് എന്ന് പറയുന്നതും ഓട്ടക്കാരും സ്വിമ്മേഴ്സും ഒക്കെ ഒരു 30-35 ആ ഏജാണല്ലോ വരുന്നത്. അപ്പോൾ അവരുടെ ബോഡിയുടെ ഒരു കോമ്പോസിഷനുണ്ട്. അപ്പോൾ നമുക്കറിയാം അത് നല്ല ഷേപ്പിലായിരിക്കും, മസ്കുലറായിരിക്കും, 6 പാക്കൊക്കെ ആയിരിക്കും. ഇങ്ങനത്തെ ആൾക്കാരെല്ലാം തന്നെ ഫിസിക്കലി ഫിറ്റായിരിക്കുന്നവർ നല്ല 6 പാക്കും ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഈവൻ മോഡൽസും അവരെല്ലാം ഫിസിക്കലി ഫിറ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ബോഡി കോമ്പോസിഷൻ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ ഈ 25 വയസ്സ് കഴിഞ്ഞ് നമ്മൾ അതിനു വേണ്ടി എഫേർട്ട് എടുത്തില്ലെങ്കിൽ നമ്മളുടെ ബോഡിയിൽ ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്യാനും തുടങ്ങും, മസിൽ കുറഞ്ഞു വരാൻ തുടങ്ങും. ഈവൻ വെയിറ്റ് നമ്മൾ 25 വയസ്സ്, ഇപ്പം നമ്മളൊരു 170 സെൻറ്റിമീറ്റർ ഉള്ള ഒരാൾ നല്ല ഫിസിക്കലി ഫിറ്റാണ്, അയാളൊരു 70 നല്ല ഫിസിക്കലി ഫിറ്റ് ഒരു 6 പാക്കാണ്, അയാൾക്ക് മാക്സിമം ആകാവുന്ന വെയിറ്റ് എന്ന് പറയുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് എന്ന് പറയുന്നത് ഒരു 70 kg ആണ്. അപ്പം ഈ വെയിറ്റ് അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്താലും 25 വയസ്സിൽ 70 ഉണ്ടായിരുന്നു, 50 വയസ്സായപ്പോഴും 70 ആണെങ്കിലും അതുപോലെ കറക്റ്റായിട്ട് എക്സസൈസും കാര്യങ്ങളും ചെയ്യുന്നില്ലെങ്കിൽ ഈ മസിലും ബോണും കുറഞ്ഞുകൊണ്ടിരിക്കും, ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അവിടെയാണ് നമുക്ക് രോഗങ്ങൾ വരുന്നത്. അപ്പം നമ്മളുടെ ബോഡിയുടെ സയൻറ്റിഫിക്കലി നമ്മളുടെ ബോഡി ആൻറ്റി ഏജിങ് ആയിട്ട് ആ യൂത്ത്ഫുൾനെസ് നിലനിർത്തണമെങ്കിൽ മുടി നിറച്ച് പോയതുകൊണ്ട് ഒന്നും ഒരു ദോഷവും വരുന്നില്ല. മുടി ആരുടെയും ഒരു ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. അതൊരു ഒരു ഏജിങ് സൈൻ, പ്രായം കൂടി വരുന്നതിൻ്റെ ഒരു വിസ്റ്റത്തിൻ്റെ സൈനായിട്ട് എടുത്താൽ മതി. ഇപ്പം നമുക്കറിയാം ഒരു ഫ്ലവർ അല്ലെങ്കിൽ മറ്റേ
പൂവൻകോഴി അത് വളർന്ന് വളർന്ന് വരുമ്പോൾ അതിൻ്റെ ആ എന്താ ഫെതേഴ്സിനുമൊക്കെ വ്യത്യാസം വരും. ചിലതരം പൂക്കളില്ലേ, ആദ്യം വൈറ്റ് ആയിരിക്കും, പിന്നെ പിങ്ക് ആകും, അങ്ങനെ കളർ മാറി വരുന്നത്. അപ്പം അത്രയേ ഉള്ളൂ നമ്മളുടെ ഈവൻ ഡോഗ്സിന്. ചെറിയ ഡോഗിനും വലുതായി കഴിയുമ്പോഴും അവർക്ക് വേറെ കളറായിരിക്കും. അവരുടെ ആ കളർ കോമ്പിനേഷൻസും മറ്റേ അവരുടെ ഫെദറിൻ്റെ കളർ അല്ലെങ്കിൽ രോമത്തിൻ്റെ കളറൊക്കെ വ്യത്യാസം വരും. അതുപോലെ തന്നെ നമ്മൾ ഇതിനെ എടുത്താൽ മതി. നമുക്ക് ഒരു കൊച്ചു കുട്ടികളിലൊക്കെ മുടി ഗ്രേ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അടുത്ത് അവിടെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി അവിടെ ഒരു രോഗം ഉണ്ടെന്നുള്ളതാണ്. പക്ഷെ സാധാരണ അഡൾട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 25 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ മുടിയൊക്കെ നരയ്ക്കാൻ തുടങ്ങും. ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഇല്ലെന്ന് ഉറപ്പാക്കുക മാത്രം ചെയ്താൽ മതി. പക്ഷെ നെക്സ്റ്റ് നമ്മുടെ ആ 25-ാം വയസ്സിലെ ആരോഗ്യം നിലനിർത്തണമെങ്കിൽ നമ്മുടെ മസിലും ബോണും ഡീജനറേറ്റഡ് ആയി പോകാതെ നോക്കണം. അത് പോകാതെ നോക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എക്സസൈസും കറക്റ്റായിട്ടുള്ള ന്യൂട്രീഷനും കിട്ടണം. ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി വരികയോ എക്സസൈസ് ഉണ്ടായാൽ മാത്രമേ മസിലും ബോണും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. യൂഷ്വലി നമ്മൾ 25 വയസ്സൊക്കെ വരെ എല്ലാവരും പഠിത്തവും കളികളും ആക്ടിവിറ്റിയും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പിള്ളേർക്ക് അതുപോലും ഇല്ലെന്നായി. അറ്റ്ലീസ്റ്റ് ലാസ്റ്റ് ജനറേഷനിൽ 25 ഇയേഴ്സൊക്കെ വരെ മിക്കവാറും എല്ലാവരും ഹെൽത്തി ആയിരിക്കും. പിന്നെ ജോലിയിലേക്കൊക്കെ പോയി കഴിയുമ്പോഴേക്കും ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ എല്ലാം കമ്പ്യൂട്ടർ വർക്കാണ്. അപ്പം ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്യാൻ തുടങ്ങും, വെയിറ്റ് ഗെയിൻ വരാൻ തുടങ്ങും. എന്ത് വെയിറ്റ് കൂടുന്നുണ്ടെങ്കിലും നമ്മൾ ആ ഐഡിയൽ വെയിറ്റിൽ നിന്ന് എങ്ങോട്ട് കൂടുകയാണെങ്കിലും അത് മുഴുവൻ ഫാറ്റായിരിക്കും. അല്ലാതെ മസിലൊന്നും ആർക്കും ഗെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പം ഈ ബോഡി കോമ്പോസിഷനിൽ വരുന്ന ചേഞ്ചാണ് നമ്മളുടെ രോഗത്തിൻ്റെയും കാരണം, ഏജിങ്ങിൻ്റെയും കാരണം. അപ്പം അതിനെ തടഞ്ഞു നിർത്താൻ പറ്റുകയാണെങ്കിലാണ് നമ്മൾ റിയൽ ആൻറ്റി ഏജിങ് എന്ന് പറയുന്നത്. അപ്പോൾ ബോഡിയുടെ ഒരു കോമ്പോസിഷൻ, ഒരു മോളിക്കുലർ ലെവലിലുള്ള കോമ്പോസിഷൻ തന്നെ ഇപ്പോൾ ഓക്സിജൻ 65% ആയിരിക്കും, കാർബൺ 18% ആണ്, ഹൈഡ്രജൻ 9.5% ആണ്, നൈട്രജൻ 3.5% ആണ്, പിന്നെ അറൗണ്ട് ഒരു 6% മിനറൽസ്, അതിനകത്ത് കാൽസ്യവും മറ്റ് എല്ലാം കൂടെ കൂടി ഒരു 6%മാണ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ അതൊരു അറ്റോമിക് ലെവലിലെടുത്താൽ. പിന്നെ ഒരു മോളിക്കുലർ ലെവലിലെടുത്താൽ വാട്ടർ 65% വരും, പ്രോട്ടീനാണ് 16%, അറൗണ്ട് 16% ആണ് ഫാറ്റ്. അത് ഫാറ്റ് ആണുങ്ങളിലാണെങ്കിൽ കുറച്ചുകൂടെ കുറവായിരിക്കും, ലേഡീസിലാണെങ്കിൽ കുറച്ചും കൂടി കൂടുതലായിരിക്കും. സോ അപ് ടു ഒരു 15 to 25 വരെ വരാം. ജെൻസിലാണെങ്കിൽ ഒരു 7 to 16% വരെ. അതാണ് ഐഡിയൽ ഒരു ഫാറ്റ് കോമ്പോസിഷൻ വരുന്നത്. പിന്നെ മിനറൽസ് ഒരു 6% ഉണ്ടാവും. ശരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് ആണല്ലോ. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ 1% ഉള്ളൂ. അപ്പോൾ അതെല്ലാം നമുക്ക് എനർജിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അല്ല എക്സസ് നമ്മൾ കാർബോഹൈഡ്രേറ്റ് കഴിച്ചാൽ അതെല്ലാം ഫാറ്റായി മാറും. ഫാറ്റായി മാറുമ്പോൾ ഫാറ്റ് എന്ന് പറഞ്ഞാൽ കൊഴുപ്പെന്ന് പറഞ്ഞാൽ എന്താ? ഹൈഡ്രോ കാർബണാണ്. ഹൈഡ്രജനും കാർബണും മാത്രമാണ്. അപ്പം നമ്മളുടെ മൊത്തത്തിൽ ഫാറ്റ് കെട്ടുന്നതനുസരിച്ച് നമ്മുടെ ബോഡിയിലെ കാർബണും കൂടും, ഹൈഡ്രജനും കൂടും. ഓക്സിജൻ പ്രൊപ്പോർഷൻ വരുമ്പം പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ കുറയും, പെർസെൻറ്റേജ് ഓഫ് വാട്ടർ കുറയും. കാരണം ഫാറ്റിനകത്ത് കാര്യമായിട്ട് വാട്ടറും ഇല്ല. അപ്പം നമ്മളും നമ്മളുടെ ഭൂമിയായിട്ടും നമ്മളുടെ ഗ്രഹങ്ങളുമായിട്ടും എല്ലാം ഉള്ള പ്രൊപ്പോർഷൻസും ഈവൻ നമ്മുടെ ഗുരുത്വാകർഷണം മുതലുള്ള എല്ലാത്തിലും തെറ്റുവരികയാണ് ചെയ്യുന്നത്. അപ്പം അതാണ് നമ്മളെ രോഗത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പം രോഗം വരാതിരിക്കുകയോ ദീർഘായുസ് വേണ്ടവരും ചെയ്യേണ്ട ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം നമ്മൾ ബോഡിയെ ആ പ്രൊപ്പോർഷൻസ് കറക്റ്റായിട്ട് നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ പ്രൊപ്പോർഷൻസ് കറക്റ്റായിട്ട് നിലനിർത്തണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ബോഡിയിൽ ന്യൂട്രീഷൻ കറക്റ്റായിട്ട് ചെല്ലണം, എക്സസൈസ് കറക്റ്റായിട്ട് ഓവറും ആകരുത്, കൂടുതൽ കൂടിപ്പോകുന്നത് കൊള്ളൂല. കാർബോഹൈഡ്രേറ്റ് പോഷകമാണെന്നും പറഞ്ഞാൽ കൂടുതൽ മധുരവും കാർബോഹൈഡ്രേറ്റും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അത് കൂടുതലാണ്. അതുപോലെ എല്ലാം കറക്റ്റായിട്ടുണ്ടാകണം. അപ്പം വൈറ്റമിൻ ഡി, ഇപ്പം നമ്മൾ ടെസ്റ്റൊക്കെ ചെയ്താൽ പലരുടെയും കാണാം വൈറ്റമിൻ ഡി കുറവായിരിക്കും, B12 കുറവായിരിക്കും, അയൺ കുറവായിരിക്കും, അങ്ങനെ മൾട്ടിപ്പിൾ സാധനങ്ങൾക്ക് കുറവുണ്ടാവും. അതേ സമയത്ത് ഫാറ്റായിരിക്കും മിക്കവാറും ഒത്തിരി കൂടുതൽ. പിന്നെ ആ ഫാറ്റിൻ്റെ പ്രൊപ്പോർഷൻ തന്നെ omega-3 6 ഫാറ്റാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ കൺട്രോൾ ചെയ്യുന്നത്. അത് ഭയങ്കര ചേഞ്ച് ആയിരിക്കും വന്നിരിക്കുന്നത്. കാരണം നമ്മൾ ഈ കഴിക്കുന്ന നട്ട്സും ഓയിലും എല്ലാം വെരി ഹൈ omega-6 ആണ്, omega-3 ഇല്ല. ഇതെല്ലാമാണ് നമ്മളെ ഈ ഇൻഫ്ലമേറ്ററി രോഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. രോഗങ്ങൾ വന്നാൽ എന്ത് പറ്റും? നമ്മളുടെ ഈ രോഗം ബാധിച്ച സെല്ലിനെ മാറ്റി പുതിയതിനെ ഉണ്ടാക്കണം. അപ്പോൾ പുതിയ സെല്ലുണ്ടാക്കിക്കൊണ്ടിരിക്കേണ്ടി വരുമ്പോൾ നമ്മൾ ഈവൻ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെങ്കിലും ടോക്സിൻസ് കാരണമാണെങ്കിലും ഈ പുതിയ സെല്ലിനെ ഉണ്ടാക്കേണ്ടി വരുമ്പോൾ നമ്മളുടെ സ്റ്റെം സെൽസ് തീർന്നു പോകും. അതായത് ഡിവൈഡ് ആകേണ്ടവരെല്ലാം തീർന്നു പോകും. സോ ഫൈനലി സ്റ്റെം സെൽ ഡിപ്ലീഷൻ വന്നാണ്
നമ്മൾ ഏത് ഓർഗനാണേലും ജനറലായിട്ട് മറ്റു രോഗമൊന്നും ഇല്ലാത്തൊരു 100-120 വയസ്സൊക്കെ ജീവിച്ചിരിക്കുന്നവരും നമ്മളുടെ ഫൈനലി നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം ആയിരിക്കും ഫെയിൽ ചെയ്യുന്നത്. അതായത് നമ്മുടെ മജ്ജയിലെ സെൽസൊക്കെ തീർന്നു പോയി വൈറ്റ് ബ്ലഡ് സെൽസ് ഇല്ലാതെ വരും. പിന്നെ ഇപ്പോൾ കുടിയന്മാരാണെങ്കിൽ ആൽക്കഹോളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കുന്നവരാണെങ്കിൽ അവരുടെ ലിവറിനെ ഡാമേജ് ചെയ്യുന്നു. ആൽക്കഹോൾ ലിവറിൻ്റെ ഡാമേജ് ചെയ്ത് ലിവറിൻ്റെ സ്റ്റം സെൽസും എല്ലാം തീർന്നു പോയി സിറോസിസും ഇതുമൊക്കെ വന്ന് അല്ലെങ്കിൽ ക്യാൻസറിലേക്ക് പോയി മരണം വരും. പിന്നെ മറ്റ് ചില ഇതിലാണെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് നെഫ്രൈറ്റിസ് ഒക്കെയാണ് കിഡ്നിക്ക് ഡാമേജ് വന്നിട്ട് കിഡ്നി ഫെയിലിയറിലേക്ക് വരുന്നു. അത് അവിടുത്തെ സ്റ്റെം സെല്ല് തീരുമ്പം അത് തീർന്നു പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മളുടെ ഈ സബ്ക്യൂട്ടേനിയസ് ചിലതൊക്കെ ഉണ്ട്, മറ്റുള്ള ഈ സബ്ക്യൂട്ടേനിയസ് സെല്ലിലൊക്കെ കിടക്കുന്ന ഇതുകൊണ്ട് അതും നമുക്ക് കുറേയൊക്കെ ട്രാൻസ്ഫർ നമ്മുടെ ഈ മെക്കാനിസംസ് ഒന്നും കംപ്ലീറ്റ്ലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ബേസിക്കലി ഇതൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഈ സ്റ്റെം സെല്ല് തീരാതെ നോക്കണമെങ്കിൽ നമ്മുടെ ടോക്സിൻസ് കുറയ്ക്കണം, നമ്മളുടെ മരുന്നുകളുടെ ഉപയോഗം കുറയ്ക്കണം, ഓപ്പറേഷൻസ് കുറയ്ക്കണം, ഇങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ അതിനെല്ലാം എന്ത് വേണം? നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു മോഡറേറ്റ് എക്സസൈസിൽ, മോഡറേറ്റ് ഫുഡിൽ നമ്മൾ ഒരു ബെറ്റർ ലൈഫ് സർക്കംസ്റ്റൻസിൽ പോകാൻ പറ്റണം. അതിൻ്റെ ഇടയിൽ നമുക്ക് സ്ട്രെസ്സ് കൂടുമ്പോഴും അതും നമുക്ക് നെഗറ്റീവ് ഇഫക്റ്റാണ്, ഏജിങ് കൂട്ടുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മളുടെ പല ഹോർമോണൽ മെക്കാനിസം ഇതെല്ലാം മാറുന്നതുകൊണ്ട്. അപ്പം ബേസിക്കലി നമ്മൾ എന്താണ് ഒരു സൊല്യൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ദീർഘായുസ് മാത്രം കിട്ടിയിട്ട് കാര്യമില്ല, ആരോഗ്യം ഉണ്ടെങ്കിലേ ദീർഘായുസ് കൊണ്ട് കാര്യമുള്ളൂ. അപ്പം ആരോഗ്യമില്ലാതെ നമ്മൾ ഈ ഉള്ള കീമോതെറാപ്പിയും റേഡിയേഷനും എല്ലാം എടുത്ത് ന്യൂറോപ്പതിയും ആകെ ബുദ്ധിമുട്ടിൽ നമ്മൾ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സഫേർഡ് ലൈഫാണ് വരുന്നത്. അപ്പോൾ അതൊന്നും ഇല്ലാതെ നമുക്ക് ആരോഗ്യമുള്ള ഒരു ദീർഘായുസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഫുഡിൻ്റെ കൺട്രോൾ ചെയ്യുക, എക്സസൈസ് മോഡറേറ്റായിട്ട് ചെയ്യുക, റിലാക്സ് ചെയ്യാൻ നോക്കുക, ഒത്തിരി ടെൻഷനുകളൊന്നും ഇല്ലാതെ ജീവിക്കാനായിട്ട്. ഏറ്റവും നമ്മൾ ഒത്തിരി ആഗ്രഹങ്ങൾ വരുമ്പോഴാണല്ലോ ഒത്തിരി ടെൻഷനുകൾ വരുന്നത്. ആഗ്രഹങ്ങളുമൊക്കെ മോഡറേറ്റ് ആക്കി ജീവിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യുന്നത്. പിന്നെ ഏറ്റവും പ്രധാനം ജീവിതശൈലി രോഗങ്ങൾ എന്തെങ്കിലും കാണുകയാണെങ്കിൽ അതാണല്ലോ നമ്മളെ മിക്കവാറും മരണത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ ഈവൻ ഇൻഫെക്ഷൻസ് വരുന്നതും ഇപ്പോൾ നമുക്കറിയാം, കൊറോണ വന്നത് കൂടുതലും മരണത്തിലേക്ക് പോയത് കൂടുതലും മറ്റ് ജീവിതശൈലി രോഗങ്ങളുള്ള ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഹാർട്ട് ഡിസീസും ഒക്കെ ഉള്ളവരാണ്. അപ്പം ഇത്തരം രോഗങ്ങളെ മരുന്ന് വെച്ച് കൺട്രോൾ ചെയ്യാനല്ല നോക്കേണ്ടത്, നമ്മൾ ജീവിതശൈലി കറക്റ്റ് ചെയ്ത് ഈ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മാറി നമ്മളുടെ ബോഡിയുടെ മസിലും ബോണും ഒക്കെ നഷ്ടപ്പെടാതെ എക്സസ് ഫാറ്റ് അടിയാതെ നമ്മൾ ബോഡിയെ ഷേപ്പായിട്ട് കറക്റ്റായിട്ട് കൊണ്ടുപോകാനായിട്ട് നോക്കുക എന്നുള്ളതാണ് നമ്മളതിൽ ചെയ്യേണ്ടത്. പിന്നെ ഒത്തിരി മരുന്നുകളും എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഈവൻ ക്യാൻസറും ഡിറ്റക്റ്റ് ചെയ്തു, ഇതെല്ലാം കൂടെ ഉള്ളവർക്കാണെങ്കിൽ നമ്മൾ ക്ലിനിക്കൽ സപ്പോർട്ടോടു കൂടിയുള്ള ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എടുക്കേണ്ടി വരും. അതിലാണെങ്കിലും നമ്മൾ ഈ ക്ലിനിക്കൽ സപ്പോർട്ടോടുള്ള ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്യാൻ ശ്രമിക്കുന്നത് വേറൊന്നുമല്ല, ബോഡിയുടെ കോമ്പോസിഷൻ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ബോഡിയുടെ കോമ്പോസിഷൻ കറക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ മിക്കവാറും ഇത്തരം രോഗങ്ങളുള്ളവരെല്ലാം ആക്സിലറേറ്റഡ് ഏജിങ് ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു 40 വയസ്സുള്ള ആൾക്ക് ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 50, 55, 60 വയസ്സൊക്കെ ആയിരിക്കും. അപ്പം ഇത് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ആ ബോഡി ഏജിങ് കുറഞ്ഞു വരുന്നത് കാണാൻ പറ്റും. അതുപോലെ ബ്ലഡ് പാരാമീറ്റേഴ്സ് കറക്റ്റ് ആകുന്നു. ഇപ്പോൾ നമുക്കറിയാം, ഡയബറ്റിക് പേഷ്യൻസ് HbA1c കൂടുതലായിരിക്കും, ഹാർട്ട് പേഷ്യൻസിന് കൊളസ്ട്രോൾ ഇതൊക്കെ കൂടുതലായിരിക്കും. അപ്പം ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ കൂടെ നമ്മൾ ഈ മരുന്നുകളെല്ലാം കുറച്ച് കൊണ്ടുവന്ന് നിർത്തി, മരുന്നുകൾ വെറുതെ നിർത്തിയാൽ മാത്രം പോരാ, ബ്ലഡ് പാരാമീറ്റേഴ്സ് എല്ലാം കറക്റ്റ് ആവണം, ബോഡി കോമ്പോസിഷൻ കറക്റ്റ് ആക്കണം. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരസുഖമല്ല, എത്ര അസുഖം ഉണ്ടെങ്കിലും നമ്മൾ മാറും എന്നുള്ളതാണ്. അപ്പം നമ്മൾ അധികം തുടക്കത്തിലെയൊക്കെ ആണെങ്കിൽ നമുക്ക് തന്നെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ബോഡിയെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. എത്രയോ പേരങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അതിലേക്ക് പറ്റിയില്ല, നമ്മൾ കുറേ നാൾ ഇഗ്നോർ ചെയ്തു, ഓൾറെഡി രോഗം വന്നു, പല മരുന്നുമായി. അപ്പം നമുക്ക് സ്വയം പറ്റാതെ വരുമ്പോൾ നമ്മൾ ക്ലിനിക്കൽ സപ്പോർട്ട് എടുത്ത് നമ്മൾ കറക്റ്റ് ചെയ്ത് തിരിച്ചു പിടിക്കാവുന്നതേ ഉള്ളൂ. അതാണ് നമുക്ക് ഒരു ആക്സിലറേറ്റഡ് ഏജിങ് ഒന്നും എൻഡ് സ്റ്റേജ് എത്തിയില്ല. ഇപ്പോൾ കിഡ്നിയൊക്കെ ഫെയിൽ ചെയ്താൽ പിന്നെ കിഡ്നിയുടെ കാര്യം തിരിച്ചു പിടിക്കാൻ വലിയ പഴയതുപോലെ എത്തിക്കാൻ പറ്റില്ല. പക്ഷെ തുടക്കത്തിലേ നമ്മൾ കണ്ടുപിടിക്കുക, GFR ഒരു 60 ഇവൻ 40 എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലും പലർക്കും നമുക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റും. അതേസമയത്ത് GFR 15 താഴെ പോയി കിഡ്നി തീരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതുപോലെ ലിവർ തീരെ ചുരുങ്ങി സിറോസിസ് വന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോർട്ടൽ ഹൈപ്പർ ടെൻഷനും ബ്ലീഡിങ്ങും ഛർദിലും ബ്ലഡ് ഛർദ്ദിക്കാനൊക്കെ തുടങ്ങിയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവിടെ വരെ എത്തിക്കാതെ നേരത്തെ ചെയ്യും നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ.
ചുരുക്കി പറഞ്ഞാൽ, ഒന്ന്, ശരീരത്തിലെ പേശികളും അസ്ഥിയും കുറയാതെ നോക്കുകയും കൊഴുപ്പിൻ്റെ അളവ് കൂടാതെ നോക്കുകയും ചെയ്യുക. അതായത് ശരീരത്തിൻ്റെ ഘടന ഉത്തമമായി നിലനിർത്തുക എന്നതാണ് ആൻറ്റി ഏജിങ് ചികിത്സയുടെ കാതൽ. പോഷകങ്ങളും വ്യായാമവും ഉത്തമമായി ശരീരത്തിൽ ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കുകയും ശരീരത്തിലെത്തുന്ന വിഷാംശം കുറയ്ക്കാനും കഴിഞ്ഞാൽ മാത്രമേ അത് സാധ്യമാവൂ. 2, കൃത്രിമ രാസവസ്തുക്കൾ ഉപയോഗിച്ച് മുടിയുടെ നിറം മാറ്റാനും നരച്ച മുടി കറുപ്പിക്കാനും ഓപ്പറേഷനിലൂടെ ചർമ്മം സ്ട്രെച്ച് ചെയ്ത് ചുളിവുകൾ മാറ്റാനും കോസ്മെറ്റിക്സ് ഉപയോഗിച്ച് ചുളിവുകൾ മറയ്ക്കാനും ആധുനിക ശാസ്ത്രത്തിന് കഴിയും. പക്ഷേ ഇത്തരം പ്രായം മറയ്ക്കാനുള്ള മാർഗങ്ങൾ യഥാർത്ഥത്തിൽ ആരോഗ്യവും ആയുസ്സും കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. 3, പ്രായപൂർത്തിയായവരിൽ, അതായത് 25 വയസ്സ് കഴിഞ്ഞവരിൽ മറ്റു രോഗങ്ങളൊന്നും ഇല്ല എങ്കിൽ മുടി നരച്ചു തുടങ്ങുന്നത് ഒരു ആരോഗ്യ പ്രശ്നമായി കാണേണ്ടതില്ല. കാരണം നരച്ച മുടി ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നില്ല. പക്ഷേ ഹെയർ ഡൈയിലും കോസ്മെറ്റിക്സിലും അടങ്ങിയ രാസവസ്തുക്കൾ അലർജിക്കും ഓട്ടോഇമ്മ്യൂൺ രോഗങ്ങൾക്കും ക്യാൻസറിനും ഒക്കെ കാരണമാകാം. 4, അമിതവണ്ണവും ഷുഗറും കൊളസ്ട്രോളും പ്രഷറും ഹൃദ്രോഗവും ആർത്രൈറ്റിസും പോലുള്ള ജീവിതശൈലി രോഗങ്ങളെയാണ് വാർദ്ധക്യത്തിൻ്റെ ലക്ഷണമായി കാണേണ്ടത്. ചെറുപ്രായത്തിലെ ഇത്തരം രോഗങ്ങൾ വന്നാൽ അതിനെ അകാല വാർദ്ധക്യമായി കാണണം. 5, ജീവിതശൈലി രോഗങ്ങൾക്ക് ഇപ്പം ആക്സിലറേറ്റഡ് ഏജിങ് അഥവാ അകാല വാർദ്ധക്യവും ഉണ്ടാകാം. അതായത് ശരീരത്തിൻ്റെ പ്രായം അവയവങ്ങളുടെ പ്രായം കലണ്ടർ പ്രായത്തിലും കൂടുതലാകാം. 40 വയസ്സുള്ള അമിതവണ്ണവും പ്രഷറും പ്രമേഹവുമുള്ള വ്യക്തിയുടെ ശരീരത്തിൻ്റെ പ്രായം 50, 60 അതിൽ കൂടുതലോ ആകാം. അതിനർത്ഥം 40 വയസ്സുള്ള വ്യക്തിക്ക് 60 വയസ്സിൻ്റെ ആരോഗ്യമേ ഉണ്ടാകൂ. 60-ാം വയസ്സിൽ വരുന്ന രോഗങ്ങൾ 40-ാം വയസ്സിൽ വരാം. ചെറുപ്രായത്തിൽ പ്രമേഹവും പ്രഷറും കൊളസ്ട്രോളും PCODയും കഷണ്ടിയും ഉള്ളവർക്ക് ഇത്തരത്തിലുള്ള ആക്സിലറേറ്റഡ് ഏജിങ് കൂടി ഉണ്ടാകാം. 6, മനുഷ്യ ശരീരത്തിൽ ലക്ഷക്കണക്കിന് കോശങ്ങൾ ഓരോ മിനിറ്റിലും മരണപ്പെടുകയും പുതിയ കോശങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു. പുതിയ കോശങ്ങളെ ഉണ്ടാക്കുമ്പോൾ കൃത്യമായ അളവിൽ പോഷകങ്ങൾ നൽകാനാവുകയും വിഷവസ്തുക്കൾ ഒഴിവാക്കാനാവുകയും ചെയ്താൽ പുതിയ കോശങ്ങൾ ആരോഗ്യമുള്ളവരാകും. ശരീരത്തിൽ പുതിയ ആരോഗ്യമുള്ള കോശങ്ങൾ കൂടി വരുന്നതിനനുസരിച്ച് ആരോഗ്യം കൂടുകയും രോഗമുക്തി സാധ്യമാവുകയും ചെയ്യും. ഇതിനർത്ഥം ശരീരത്തിൻ്റെ ഈ പുതുക്കിപ്പണിയൽ കഴിവ് ഉപയോഗപ്പെടുത്തി നമുക്ക് ശരീരത്തെ റിനോവേറ്റ് ചെയ്ത് പുതുക്കിപ്പണിത് രോഗങ്ങളും അകാല വാർദ്ധക്യവും മാറ്റി യൗവനവും ആരോഗ്യവും വീണ്ടെടുക്കാനാകും. 7, പോഷകക്കുറവും ശരീരത്തിലടിയുന്ന വിഷാംശവും മൂലം കോശങ്ങളിലെ ജനിതക ഘടകങ്ങളായ ക്രോമസോമിൻ്റെ അറ്റത്തെ തൊപ്പി പോലെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ടീലോമിയർ നശിക്കുന്നതും DNA-യിൽ ഉണ്ടാകുന്ന അക്ഷരത്തെറ്റുകളുമാണ് ക്യാൻസറിനും ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങൾക്കും കാരണം. ഉത്തമ ഭക്ഷണവും വ്യായാമവും നൽകാനായാൽ ക്രോമസോമുകളിലെയും DNA-യിലെയും ഇത്തരം വ്യതിയാനങ്ങൾ മാറി പുതിയതായി ഉണ്ടാകുന്ന കോശങ്ങളെ ആരോഗ്യമുള്ളതാക്കി മാറ്റാനും ആരോഗ്യവും യൗവനവും വീണ്ടെടുക്കാനും ഒരു പരിധിവരെ സാധിക്കും എന്നതാണ് ആധുനിക പഠനങ്ങൾ കാണിക്കുന്നത്. 8, ആരോഗ്യം ഉത്തമമായി നിലനിർത്താൻ പോഷകങ്ങളും വ്യായാമവുമാണ് വേണ്ടത്. ഒപ്പം തന്നെ ശരീരത്തിലെത്തുന്ന വിഷാംശം കുറയ്ക്കാനും ശരീരത്തിലടിഞ്ഞ വിഷാംശം പുറത്തു കളയാനും കഴിയണം. പോഷകങ്ങൾ അല്ലാത്തതെല്ലാം, മരുന്നുകൾ ഉൾപ്പെടെ പോഷകങ്ങൾ തന്നെ അമിതമായാലും ശരീരത്തെ സംബന്ധിച്ചിടത്തോളം വിഷാംശം പോലെയാണ്. പ്രമേഹ രോഗിയെ സംബന്ധിച്ചിടത്തോളം രക്തത്തിലെ ഗ്ലൂക്കോസ് കൂട്ടുന്ന ചോറും ചപ്പാത്തിയും പഴങ്ങളും ഒക്കെ വിഷം പോലെയാണ്. 9, പലതരം ഓപ്പറേഷനുകളും ജീവൻ നിലനിർത്താനുള്ള ഉപകരണങ്ങളും മരുന്നുകളും ദിനം പ്രതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ചികിത്സ എത്രത്തോളം ആകണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. 10, ഹൃദ്രോഗത്തിനായും പക്ഷാഘാതത്തിനായും ക്യാൻസറിനായും ഒക്കെ ഓപ്പറേഷനുകളും കീമോതെറാപ്പിയും റേഡിയേഷനും ഒക്കെ എടുക്കാൻ തീരുമാനിക്കും മുമ്പ് അതുകൊണ്ട് എന്തെല്ലാം അസ്വസ്ഥതകൾ ഉണ്ടാകാം, എന്ത് ഗുണം കിട്ടും, പാർശ്വഫലങ്ങൾ എന്തൊക്കെ, രോഗം മാറുമോ, ആയുസ് നീട്ടി കിട്ടുമോ, മറ്റ് ഓപ്ഷനുകൾ എന്തെല്ലാം തുടങ്ങിയ കാര്യങ്ങൾ കൂടി അറിഞ്ഞ ശേഷം വേണം തീരുമാനമെടുക്കാൻ. അടുത്തത്, ജീവിതശൈലി ക്രമപ്പെടുത്തിയാൽ മരണത്തെ അതിജീവിക്കാനാകുമോ എന്നതാണ്.
മനുഷ്യ ശരീരത്തിൽ ലക്ഷക്കണക്കിന് കോശങ്ങൾ ഓരോ മിനിറ്റിലും മരണപ്പെടുകയും പുതിയ കോശങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു. പുതിയ കോശങ്ങളെ ഉണ്ടാക്കാൻ ആവശ്യമായ മൂലകോശങ്ങൾ തീരുമ്പോൾ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ് അണുബാധയോ ക്യാൻസറോ ഓർഗൻ ഫെയിലിയറോ വന്ന് മരിക്കും. സ്റ്റെം സെൽ തീരാതെ എത്ര നാൾ നിലനിൽക്കാം എന്നതാണ് ആയുസ്സിൻ്റെ ശാസ്ത്രം. ജീവിതശൈലി രോഗങ്ങളെ അകറ്റി നിർത്തി മരുന്നുകളുടെ ഉപയോഗം കുറിച്ച് ജീവിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞാൽ ഇത്തരം ജീവിതശൈലി രോഗങ്ങളുടെ കാരണം മനസ്സിലാക്കി അവയെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്ന നേരത്തെ കണ്ടെത്താനും ജീവിതശൈലിയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി അതിൽ നിന്ന് മോചനം നേടാനും സഹായകമാകും. മരുന്നോ ഓപ്പറേഷനോ കൊണ്ട് ഇത്തരം ജീവിതശൈലി രോഗങ്ങളെ മാറ്റാനാകില്ല. കാരണം മരുന്നിൻ്റെയോ ഓപ്പറേഷൻ്റെയോ കുറവ് കൊണ്ടല്ല ഇത്തരം രോഗങ്ങൾ ഉണ്ടാകുന്നത്, മറിച്ച് ജീവിതശൈലിയിലെ അപാകതകൾ കൊണ്ടാണ്. അതിനാൽ ജീവിതശൈലി ക്രമീകരിക്കുന്നതിലൂടെ മാത്രമേ ഇത്തരം ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്നാൽ അതിൽ നിന്ന് മോചനം നേടാനും സാധിക്കൂ. അടുത്തത് ആരോഗ്യ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയുടെ ശാസ്ത്രീയ അടിത്തറ വിലയിരുത്തേണ്ടതുണ്ട് എന്നതാണ്. ഞാൻ ഡോക്ടർ ജോളി തോംസൺ 1981 ബാച്ചിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും MBBSും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും MDയും റീപ്രൊഡക്റ്റീവ് മെഡിസിനിലും സർജറിയിലും സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾക്കും ശേഷം ഗവൺമെൻറ് സർവീസിൽ ചേർന്നു. 97-ൽ റിസൈൻ ചെയ്ത ശേഷം എറണാകുളത്ത് തേവരയിൽ ലൈഫ് കെയർ സെൻ്ററിൽ മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കി ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തടയുന്നതിലും ചികിത്സിച്ചു മാറ്റുന്നതിലും ഊന്നൽ നൽകുന്നു. മോഡേൺ മെഡിസിനിൽ ഉപയോഗിക്കുന്ന മരുന്നുകളും ഓപ്പറേഷനുകളും ഫിസിയോതെറാപ്പിയും ഇമ്മ്യൂണിറ്റിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തി. ഈ പഠനങ്ങളുടെ വെളിച്ചത്തിൽ ഇമ്മ്യൂണിറ്റിയെ ഉത്തേജിപ്പിക്കാനുള്ള പോഷക മിശ്രിതങ്ങളും ഓക്സിഫ്ലെക്സ് എന്ന പ്രത്യേക വ്യായാമ രീതിയും ഡെവലപ്പ് ചെയ്തു. ഈ പോഷക മിശ്രിതങ്ങളുടെയും ഓക്സിഫ്ലെക്സ് വ്യായാമത്തിൻ്റെയും സഹായത്തോടെ കോശങ്ങളെ ശാക്തീകരിച്ച് രോഗമുക്തിയെ സഹായിക്കാനും ആരോഗ്യം ഉത്തമമാക്കാനും നിലനിർത്താനും സഹായിക്കുന്ന സെൽ ആക്ടിവേഷൻ എന്ന നൂതന ചികിത്സാ രീതിയും ഡെവലപ്പ് ചെയ്തു. അടുത്തതായി എന്താണ് ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ആൻഡ് സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണം എന്നതാണ്. ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ ശരീരഘടനയും ശരീരത്തിലെ കൊഴുപ്പിൻ്റെ അളവും കണ്ടെത്തുകയും ഒപ്പം തന്നെ ഉത്തമ ശരീരഘടന എന്തായിരിക്കണം എന്ന് കണ്ടെത്തുകയുമാണ് ആദ്യഘട്ടം. രണ്ടാമതായി രക്തപരിശോധനകൾ നടത്തി ഹൃദയം, രക്തക്കുഴലുകൾ, ലിവർ, കിഡ്നി തുടങ്ങിയ അവയവങ്ങളുടെ ആരോഗ്യസ്ഥിതിയും ഇമ്മ്യൂൺ സ്റ്റാറ്റസും ഹോർമോണുകളുടെയും പോഷകങ്ങളുടെയും ലെവലും ശരീരത്തിന് ചേരുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയുമാണ്. മൂന്നാമതായി ഉത്തമ ശരീരഘടനയിൽ എത്താനായി വേണ്ട ജീവിതശൈലി ക്രമീകരണങ്ങളാണ്. രോഗിയുടെ പ്രത്യേകതകൾ അനുസരിച്ച് ഉത്തമ ന്യൂട്രീഷനും വ്യായാമവും നൽകുന്നതിനൊപ്പം ശരീരത്തിലെത്തുന്ന വിഷാംശം കുറയ്ക്കാനുമാണ് ഇതിൽ ശ്രമിക്കുന്നത്. ശരീരകോശങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഉത്തമ സാഹചര്യം ഒരുക്കുന്നതിലൂടെ ജീവനാധാരമായ മെറ്റബോളിക് അഥവാ രാസപ്രവർത്തനങ്ങളുടെ സമതുലിതാവസ്ഥ വീണ്ടെടുക്കുകയും നിലനിർത്തുകയുമാണ് ലക്ഷ്യം. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ രക്തയോട്ടവും മെറ്റബോളിക് പ്രവർത്തനങ്ങളും ഹോർമോൺ ബാലൻസും ഇമ്മ്യൂണിറ്റിയും ശരീരഘടനയും ഉത്തമമാക്കാനും നിലനിർത്താനും കഴിഞ്ഞാൽ ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളെയും പ്രതിരോധിക്കാനാകും. മാത്രമല്ല വർഷങ്ങളായി മരുന്ന് കഴിക്കുന്നവർക്ക് പോലും രോഗം മൂർച്ഛിച്ച് അവയവങ്ങൾ തീരെ നശിക്കുന്നതിന് മുൻപെങ്കിലും കേടായ ശരീരകോശങ്ങളുടെ പുനർനിർമ്മിതിക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകാനും വിഷാംശം ശരീരത്തിൽ നിന്ന് തടയാനും ശരീരകോശങ്ങളെ എല്ലാം ഉത്തേജിപ്പിക്കാൻ ഉതകുന്ന വ്യായാമത്തിലൂടെ എല്ലാ ശരീരകോശങ്ങൾക്കും വേണ്ട രക്തയോട്ടം ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കാനും വേണ്ട ജീവിതശൈലി ക്രമീകരണത്തിന് തയ്യാറായാൽ പ്രമേഹവും പ്രഷറും ഹൃദ്രോഗവും അലർജിയും ആസ്മയും ആർത്രൈറ്റിസും ക്യാൻസറും പോലുള്ള ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും അവയ്ക്കായി കഴിക്കുന്ന മരുന്നുകളിൽ നിന്നും വേണ്ടിവരാവുന്ന ഓപ്പറേഷനുകളിൽ നിന്നും ഒക്കെ മോചനം നേടാനും കഴിയുന്നതേ ഉള്ളൂ. ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എങ്ങനെയാണ് ആക്സലറേറ്റഡ് ഏജ് മാറ്റുന്നത്, അല്ലെങ്കിൽ ആൻറ്റി ഏജിങ് ആയിട്ട്, അല്ലെങ്കിൽ ആക്സലറേറ്റഡ് ഏജിങ്ങിൽ എന്താ ഗുണമാണ്, അതുപോലെ അതും ഏജിങ്ങും ജീവിതശൈലി രോഗങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് രണ്ട് പേഷ്യൻസിൻ്റെ എക്സാമ്പിൾസ് തന്നെ പറയാം. ഇതിൽ ഇദ്ദേഹം 60 വയസ്സുള്ള 176 സെൻറ്റിമീറ്റർ വരുമ്പം 86.6 വെയിറ്റ് വരുന്നത്. അദ്ദേഹം ഡയബറ്റീസ് ഉണ്ട്, ഹൈപ്പർ ടെൻഷനുണ്ട്, മരുന്നുകൾ കഴിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ഹൈപ്പർ ടെൻഷൻ ഒട്ടും കൺട്രോൾഡ് അല്ല. 160, 100 ഉണ്ട്. മരുന്ന് കഴിച്ചിട്ട് വന്നതാണ്.
പക്ഷേ അതുപോലെ HbA1c കൂടുതലാണ്, 11.1 ഉണ്ട്. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ തന്നെ 273 ഉണ്ട്. പിന്നെ ക്രിയാറ്റിനും കൂടിയിട്ടുണ്ട്, മൈക്രോ ആൽബുമിൻ ഉണ്ട്, കിഡ്നി എഫക്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. സ്കാനിങ്ങിലാണ് ഫാറ്റി ലിവർ ഉണ്ട്, അതുപോലെ ഗോൾ സ്റ്റോൺസ് ഉണ്ട്, ഫാറ്റി ലിവറും ഗോൾ സ്റ്റോൺ ഉണ്ട്, മൾട്ടിപ്പിൾ ഗോൾ സ്റ്റോൺസ് ഉണ്ട്, അതുപോലെ പ്രോസ്റ്റേറ്റും എൻലാർജ് ചെയ്തിട്ടുണ്ട്. ഇപ്പം എല്ലാം ടിപ്പിക്കൽ, ഇതാണ് സാധാരണ ഒരു ടിപ്പിക്കലായിട്ടുള്ള ആൾക്കാരുടെ കാണുന്ന ഒരു ഇതാണ്. പിന്നെ അതുപോലെ കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കുന്നുണ്ട്, എന്നാലും കൊളസ്ട്രോൾ കൂടുതലാണ്, അങ്ങനെ പോകുന്നു. അപ്പം ഇദ്ദേഹത്തിൻ്റെ നമ്മൾ ബോഡി കോമ്പോസിഷൻ എടുക്കും, കാരണം ആൻറ്റി ഏജിങ്ങും ബോഡി കോമ്പോസിഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് പോകുന്നത്. അദ്ദേഹത്തിന് 175 സെൻറ്റിമീറ്ററും 86 കിലോ. ശരിക്കും ഈ ഏജിൽ അദ്ദേഹം ഒരു 70, പ്രിഫറബിളി ഒരു 65 കിലോയേ ആകാൻ പാടുള്ളൂ. അപ്പം ഒരു മാസം കൊണ്ട് തന്നെ, ആക്ച്വലി 1 മന്ത് ആയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ഷുഗർ HbA1c ശരിക്കും 11.3 ആയിരുന്നത് നമ്മൾ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ 8ാം ദിവസമാണ് വരുന്നത്. 8ാം ദിവസം ആയപ്പോഴേക്കും 10.4 വന്നു HbA1c. അപ്പോഴേക്കും അദ്ദേഹം വെയിറ്റും കുറച്ചിട്ടുണ്ട്. ശരിക്കും 86 നിന്ന് അദ്ദേഹം 83 3 കിലോയും കുറച്ചു, HbA1cയും കുറഞ്ഞു. അതുപോലെ നമ്മൾ ബാക്കിയുള്ള എല്ലാത്തിൻ്റെയും പറഞ്ഞുകൊണ്ടിരുന്ന ഒത്തിരി സമയം പോകും, ഞാൻ അതുകൊണ്ട് പറയുന്നില്ല. ഒരു മാസം ആയപ്പോഴേക്കും 9.5 HbA1c എത്തി. അപ്പോഴേക്കും ഡയബറ്റീസിൻ്റെ മരുന്നെല്ലാം നിർത്തി. 1 മന്ത് ആയപ്പോഴേക്കും ഹൈപ്പർ ടെൻഷൻ്റെ മരുന്ന് നിർത്തി, ഡയബറ്റീസിൻ്റെ മരുന്ന് നിർത്തി, പ്രഷർ നോർമലായി 130 120/80 മരുന്നില്ലാതെ 1 മന്ത് ആയപ്പോഴേക്കും മരുന്നില്ലാതെ HbA1c ഒരു എത്ര യൂണിറ്റ് കുറഞ്ഞു, 2 യൂണിറ്റോളം ഒരു മാസം കൊണ്ട് കുറഞ്ഞു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മൈക്രോ ആൽബുമിനൊക്കെ മാറി, യൂറിനിൽ കൂടെ പത വരുന്നതും ഇതുണ്ടായിരുന്നു. അപ്പോഴേക്കും യൂറിനൊക്കെ ആൽബുമിൻ ഫ്രീ ആയി. സെക്കൻഡ് മന്ത് വന്നപ്പോഴേക്കും HbA1c 7.7 എത്തി. അദ്ദേഹം വെയിറ്റ് ശരിക്കും 72 കുറയ്ക്കുകയും ചെയ്തു. അപ്പം വിതിൻ എ മന്ത് 2 months കൊണ്ട് ഓൾമോസ്റ്റ് 11 kg കുറച്ചു. അപ്പം നെക്സ്റ്റ് വന്നപ്പോൾ വളരെ ഫാസ്റ്റ് വെയിറ്റ് റിഡക്ഷൻ ഉണ്ട്. അതുകൊണ്ട് പറഞ്ഞു അടുത്ത പ്രാവശ്യം വരുമ്പോഴേക്കും 70 ആക്കിയാൽ മതി, അറൗണ്ട് 70 മതി. അദ്ദേഹത്തിന് ഇനിയുണ്ട് 3 to 6 months ആണ് നമ്മൾ ഈ ജീവിതശൈലി ക്രമീകരണം കൊടുക്കുന്നത്. ഇനി വെയിറ്റ് കുറയുന്നതിനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, കൊഴുപ്പ് മാറി മസിൽ റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ കുറച്ചുകൂടെ പ്രോട്ടീൻ കൂടുതലുള്ള ഫുഡും ഒക്കെ കഴിച്ച് മസിലിനെ അത് ചെയ്യുക എന്നുള്ളത്. അപ്പം മസിലിൻ്റെ കാര്യത്തിലാണേലും നമ്മൾ അതിൻ്റെ ഏജിങ്ങും കൂടെ നമ്മൾ നോക്കണം. അതിൽ ഏജ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ആദ്യം വരുമ്പം അയാൾക്ക് 60 വയസ്സാണേലും 65 അദ്ദേഹത്തിന് ബോഡി ഏജ് കാണിക്കുന്നത്. 1 മന്ത് ആയപ്പോഴേക്കും ബോഡി ഏജ് 57 ആയിട്ട് കുറഞ്ഞു. അതുപോലെ 2 months ആയപ്പോഴേക്കും ബോഡി ഏജ് 53 ആയിട്ട് കുറഞ്ഞു. അപ്പം 60 വയസ്സുള്ള ആൾക്ക് 53 വയസ്സിലേക്ക് തുടങ്ങുമ്പോൾ 65 ആയിരുന്നു, 53 12 years ആണ് കുറയ്ക്കാൻ പറ്റിയത്. ഓൾമോസ്റ്റ് 12 kg വെയിറ്റും കുറഞ്ഞു, 12 yearsഉം കുറഞ്ഞു എന്നുള്ളത്. അപ്പോൾ ഫാറ്റാണ്, നമ്മൾ മസിൽ ഗെയിനാണ് വന്നിരിക്കുന്നത്, ഫാറ്റാണ് കുറഞ്ഞത്. ശരിക്കും അദ്ദേഹം ആദ്യം വരുമ്പോൾ വയറിൻ്റെ ചുറ്റളവ് 100 ആയിരുന്നു. അത് 60 days ആയപ്പോഴേക്കും അത് 89 കുറഞ്ഞു. അതുപോലെ വയറിന് വിസറൽ ഫാറ്റ് 16.5% ഉണ്ടായിരുന്നത് 10 കുറയ്ക്കാൻ പറ്റി 2 months ആയപ്പം. ഇനിയിപ്പോൾ കൊഴുപ്പുകൾ കുറയ്ക്കുകയും മസിൽ ബിൽഡപ്പ് ചെയ്യുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടത്. അതിൽ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് 30% ഉണ്ടായിരുന്നു, അത് 2 months ആയപ്പോഴേക്കും 24 കുറഞ്ഞു. ശരിക്കും ഐഡിയലി അറൗണ്ട് ഒരു 15% ആണ് ഐഡിയലി വേണ്ടത്. അറ്റ്ലീസ്റ്റ് ഈ ഏജിൽ നമുക്ക് 20 താഴെ കൊണ്ടുവരാൻ പറ്റണം. അപ്പോഴേക്കും ഇപ്പം അല്ലെങ്കിൽ തന്നെ ഇപ്പം രോഗങ്ങളെല്ലാം മാറി. ഇനിയിപ്പം 3rd month വന്നിട്ടില്ല. 3rd month വരുമ്പോഴേക്കും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് HbA1c ലാസ്റ്റ് വരുമ്പം 7.7 ആയിരുന്നു. ഇപ്പം മിക്കവാറും 6 പോയിന്റിലേക്കെങ്കിലും എത്തിയിട്ടുണ്ടാവും. പിന്നെ ഫൈനലി നമ്മളൊരു 4 months ആകുമ്പോഴേക്കും ഇതെല്ലാം കറക്റ്റായിട്ട് നോക്കുന്ന ആളായതുകൊണ്ട് 4 months ആകുമ്പോഴേക്കും 11.6 നിന്നിരുന്ന ആൾക്ക് ഒരു 5.5 എത്താൻ പറ്റുമെന്നുള്ളതാണ്. ഇതെല്ലാം ഡിപ്പെൻസ് ഓൺ ഓരോരുത്തരും എത്ര കറക്റ്റായിട്ട് ചെയ്യുന്നു എന്നുള്ളത്. ഇപ്പം ചിലർ ഉഴപ്പ് കാണാൻ അതിൻ്റെ ഇടയിൽ ബിരിയാണി കഴിക്കലും അങ്ങനത്തെയൊക്കെ കൂടുതൽ വന്നാൽ അത്യാവശ്യം കാർബോഹൈഡ്രേറ്റ് ഒരു ദിവസം ആഴ്ചയിൽ ഒരു ദിവസം ബിരിയാണി എന്ത് വേണേലും കഴിക്കാനുള്ള ചാൻസ് കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ എല്ലാ ദിവസവും വേണം, എല്ലാ ദിവസവും നമ്മൾ ഫ്രൈസും ചിപ്സും ഒക്കെ എടുത്തുകൊണ്ടിരുന്ന ഈ ഒരു വെയിറ്റ് റിഡക്ഷൻ കിട്ടിയാൽ
ഇത് വളരെ കറക്റ്റായിട്ട് നോക്കുന്ന ഒരു ഇതാണ്. അപ്പം നമുക്ക് ഏറ്റവും പേഷ്യൻസ് കറക്റ്റായിട്ട് നോക്കുകയും അവർക്കും ഫുൾ ബെനിഫിറ്റ് കിട്ടുമ്പോഴാണ് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. വേറൊരു എക്സാമ്പിളും കൂടെ പറയാം. ഇതൊരു യങ് ലേഡിയാണ്. അവർ 22 വയസ്സേ ഉള്ളൂ. 164 സെൻറ്റിമീറ്റർ ഹൈറ്റും 75 കിലോ ആണ് വെയിറ്റ്. അപ്പം ഇവർ ഒരു 5 മന്ത്സേ ആയുള്ളൂ, 5-6 മന്ത്സ് എന്തോ ആയിട്ടുള്ളൂ കുഞ്ഞിന്, ഇളയ കുഞ്ഞിന്. അപ്പോഴേക്കും അവർക്ക് SLE എന്നുള്ള രോഗം പിടിപെട്ടു. അതിലവർക്ക് ആർത്രൈറ്റിസ് ആയിട്ടാണ്, അതായത് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്നൊക്കെ പറഞ്ഞ് ഉള്ള ട്രീറ്റ്മെൻ്റ് ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. പിന്നെയാണത് SLE ആണെന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ അവർ സ്റ്റീറോയിഡ് മരുന്നുകൾ എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഇത് പ്രെഡ്നിസോലോൺ എടുക്കുന്നുണ്ട്, ഹൈഡ്രോക്സിക്വിനോൺ എടുക്കുന്നുണ്ട്, ഒമേസ് ഉണ്ട്, DRV അത് കാൽസ്യം സപ്ലിമെൻ്റ് ആണെന്ന് തോന്നുന്നു, പിന്നെ ഇഞ്ചക്ഷൻ കെനാക്കോട്ട് എന്നും പറഞ്ഞ് സ്റ്റീറോയിഡ് ഇഞ്ചക്ഷനൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന പേഷ്യൻ്റാണ്. അപ്പോൾ അവരോട് ഇനി കൂടുതൽ സ്ട്രോങ്ങർ ആയിട്ടുള്ള മെഡിസിൻ എടുക്കാനായിട്ട് ബ്രസ്റ്റ് ഫീഡിങ് നിർത്തിയിട്ട് ചെല്ലാൻ പറഞ്ഞിരിക്കുകയാണ് അഡ്മിഷന് വേണ്ടിയിട്ട്. ആ സമയത്താണ് ഈ ലേഡി, ഈ യങ് ലേഡിയാണ്, 22 ഇയേഴ്സ് ഉള്ളി. അപ്പോൾ അവരുടെ നമ്മൾ ബോഡി നോക്കുമ്പം 163 സെൻറ്റിമീറ്റർ ഉള്ള ആൾക്ക് 76 കിലോ ആണ്. അവരുടെ ബോഡി ഏജ് ആണെങ്കിൽ ശരിക്കും 44. 22 വയസ്സുള്ള അവരുടെ ബോഡി ഏജ് 44ആണ്, ഡബിൾ ഏജാണ് ശരിക്കും. അപ്പം ഇവരുടെ നമ്മൾ വിതിൻ എ മന്ത് അവരുടെ ഈ സ്റ്റീറോയിഡ് മെഡിസിൻസ്, അതായത് വേറെ മരുന്നും കൂടെ ഇഞ്ചക്ഷന് വേണ്ടിയിട്ട് അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞ പേഷ്യൻറ്റിനെ ഈ കഴിച്ചുകൊണ്ടിരുന്ന SLEക്ക് വേണ്ടിയിട്ടും ഈ ആർത്രൈറ്റിസിന് വേണ്ടിയിട്ടും ഒക്കെ കഴിച്ചുകൊണ്ടിരുന്ന മരുന്ന് തന്നെ വിതിൻ എ മന്ത് കംപ്ലീറ്റ് നിർത്താൻ പറ്റിയെന്നുള്ളതാണ്. അപ്പം ഇവർ കുറച്ചൊരു ഇറഗുലർ ആയിരുന്നു. അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 മന്ത്സ് ട്രീറ്റ്മെൻറ്റ് 150 ഡേയ്സ് കൊണ്ട് അവർ ആ കോഴ്സിൽ ഭയങ്കര ഇടയ്ക്ക് ഗ്യാപ്പും ഒക്കെ വരുത്തി. പക്ഷേ എന്നാൽ പോലും അവർ 5 മന്ത്സ് കൊണ്ട് 3 മന്ത്സിൻ്റെ കഷ്ടി ട്രീറ്റ്മെൻറ്റ്, അതായത് നമ്മൾ ആ സപ്പോർട്ട് ന്യൂട്രിയൻ്റ് എടുക്കുന്നതും ഓക്സിഫ്ലെക്സ് ചെയ്യുന്നതും എല്ലാം അവർ ആ റിവ്യൂ വരുന്നതും ഒക്കെയാണ്. അതിൻ്റെ ഇടയിൽ ഒക്കെ ഗ്യാപ്പുകളൊക്കെ വരുന്നുണ്ടായിരുന്നേ പോലും ഇത് തുടങ്ങിയതിന് ശേഷം അവർ ഒരു മരുന്ന് എടുക്കേണ്ടതെന്നില്ല. അവർ ക്ലിനിക്കലി കംപ്ലീറ്റ്ലി സിംറ്റം ഫ്രീ ആയി. പിന്നെ ലാസ്റ്റ് വരുമ്പോഴേക്കും അവരുടെ ബോഡി ഏജ് ആണെങ്കിൽ 26ലേക്ക് കുറഞ്ഞു. ആക്ച്വലി 76 കിലോ ഉണ്ടായിരുന്ന ആൾ 57 കിലോയിലേക്ക് വരാൻ പറ്റി എന്നുള്ളതാണ്. ഈ ഐഡിയലി 3 മന്ത്സ് കൊണ്ട് അച്ചീവ് ചെയ്യേണ്ട കാര്യം അവർ 5 മന്ത്സ് കൊണ്ടാണ് അച്ചീവ് ചെയ്തത്. പക്ഷേ എന്നാലും അത്ര എത്തി. 50 ഒരു ഐഡിയലി അവരുടെ ഒരു ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചും ഈ SLE ഒക്കെ ഉള്ളവർ എപ്പോഴും ലോ നോർമൽ BMIയിലാണ് നിർത്തേണ്ടത്. അപ്പോൾ ഈ 163 ഹൈറ്റുള്ള ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ലോവസ്റ്റ് BMI എന്ന് പറഞ്ഞ് വെയിറ്റ് ആകാവുന്ന 49 kg. അപ്പോൾ ഒരു 49 to 55 അതിൽ അവർ സിംറ്റം ഫ്രീ ആയിട്ട് നിർത്താൻ, അതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അവരുടെ ബോഡി കോമ്പോസിഷനിലാണെങ്കിൽ ഫാറ്റ് 36% ഉണ്ടായിരുന്നവർക്ക് 25 ആയിട്ട് കുറയ്ക്കാൻ പറ്റും. അതാണ് അവരുടെ രോഗം മാറാനും. അപ്പം രോഗവും ആക്സിലറേറ്റഡ് ഏജിങ്ങും, രോഗത്തിനൊപ്പം ഏജും കൂടി കൂടുന്നുണ്ടെന്ന് നമ്മൾ ഓർക്കണം. ഇപ്പം ജനറൽ ബോഡി, ഇപ്പം മെലിഞ്ഞിരിക്കുന്ന രോഗിയൊക്കെ ആണെങ്കിൽ ചിലപ്പം നമ്മൾ ജനറൽ ബോഡി ഏജിൽ കുറവുണ്ടാകും, പക്ഷെ അവരുടെ ഓർഗൻ വൈസ് നോക്കുമ്പം ഏജിങ് കൂടിയിട്ടുണ്ടാകും. അപ്പം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു എക്സാമ്പിളും കൂടെ പറയാം. ഇദ്ദേഹം 175 സെൻറ്റിമീറ്റർ, 77 കിലോ, 77.5 അത്രയേ ഉള്ളൂ വെയിറ്റ്. ഒത്തിരി ഓവർ വെയിറ്റ് എന്ന് പറയാനില്ല. 10 വർഷമായിട്ട് ഹാർട്ട് ഡിസീസിനും ഡയബറ്റീസിനും, 21 വർഷമായിട്ട് ഡയബറ്റീസ് ഉണ്ട്, 3 വർഷമായിട്ട് തൈറോയിഡിന് വേണ്ടിയിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട്, പ്രഷറുണ്ട്. ഇപ്പം ഒരു TMT ചെയ്തപ്പോൾ, റീസെൻ്റ്ലി TMT ചെയ്തപ്പോൾ TMT പോസിറ്റീവായി. അത് ആൻജിയോഗ്രാം ചെയ്തപ്പം ബൈപ്പാസ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം ഇവിടെ വരാനായിട്ട് കാരണം. അപ്പം കുറേ അധികം മരുന്നുകൾ കഴിക്കുന്നുണ്ട്. ഈ ഹാർട്ടിൻ്റെയും ഒക്കെ മരുന്നുകൾ കുറേ അധികം മരുന്നുകളുണ്ട്. ഇപ്പോൾ ഹാർട്ടിൻ്റെയും കൂടെ ഉള്ളപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകളെല്ലാം ഉണ്ട്. ഡയബറ്റീസിനും പ്രഷറിനും ഒക്കെ മരുന്നുണ്ടെങ്കിലും ഡയബറ്റീസിൻ്റെ 8.7 ആണ്, റീസണബിൾ കൺട്രോളാണ്. പക്ഷേ എന്നാലും അദ്ദേഹത്തിൻ്റെ ഇൻസുലിൻ ലെവലും ഒക്കെ കൂടുതലാണ്. ഇൻസുലിൻ 41 ഉണ്ട്. ശരിക്കും മാക്സിമം വരേണ്ട 20, മാക്സിമം 25 ഒക്കെയാണ്. അതുപോലെ കിഡ്നി അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. GFR കുറവാണ്, 53ലേക്ക് കുറഞ്ഞു പോയി. അത് ഈവൻ പൊട്ടാസ്യം ലെവൽ കൂടുതൽ കാണുന്നു. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും അദ്ദേഹത്തിന് പ്രഷറിന് വേണ്ടിയിട്ട് കഴിക്കുന്ന മരുന്നുകൾ പൊട്ടാസ്യം ബാലൻസിനെ ഓൾട്ടർ ചെയ്യുന്നുണ്ടാകാം. അപ്പം ഇതിൽ ഫൈനലി നമ്മൾ വരുമ്പോൾ നമ്മളിപ്പം ഞാൻ ഈ ബോഡി ഏജിങ് പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പം അദ്ദേഹം 3 മന്ത്സ് ആയപ്പോഴേക്കും
അല്ല 1 മന്ത് ആയപ്പോഴേക്കും തന്നെ അദ്ദേഹത്തിൻ്റെ വെയിറ്റ് 71 kg കുറഞ്ഞു. അപ്പം വരുമ്പോൾ ആക്ച്വലി അദ്ദേഹത്തിന് 63 വയസ്സ്, ശരിക്കും ബോഡി ഏജ് നോക്കി അത്ര കൂടുതലില്ല, 62 ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ 1 മാസം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ബോഡി ഏജ് 57 കുറയ്ക്കാൻ പറ്റി എന്നുള്ളതാണ്. 2nd മന്ത് ആയപ്പോഴേക്കും അത് 53 ആയി. 3rd മന്ത് ആയപ്പോഴേക്കും 49 കുറഞ്ഞു. അപ്പം അത്ര ഫാസ്റ്റായിട്ടാണ് 63 വയസ്സുള്ള ഒരാൾ ഹാർട്ട് പേഷ്യൻ്റാണ്, ഡയബറ്റിക്കാണ്. ഇദ്ദേഹത്തിന് 1 മാസം കൊണ്ട് എല്ലാ മരുന്നുകളും നിർത്താൻ പറ്റി. ആൻഡ് അവർക്ക് ഫീലിങ്ങും കൂടെ വ്യത്യാസം വരും എന്നുള്ളതാണ്. അതായത് നമ്മൾ ശരിക്കും ഈ ബോഡി ഏജ് നമ്മൾ ഓക്കെ ആക്കി ഇങ്ങനെ നമ്മൾ നോർമൽ, നമുക്കിപ്പം കലണ്ടർ ഏജ് 63 ഉള്ള ഒരാൾ 49 ബോഡി ഏജ് കൊണ്ടുവരാൻ വരുന്നത് ദറ്റ് ഇസ് ബെസ്റ്റ് തിങ് പോസിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടെ ആ ഏജ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മുടി നിറച്ചിരിക്കുകയോ അല്ലെങ്കിൽ ആണുങ്ങളാണെങ്കിൽ കഷണ്ടി കാണുകയോ ചെയ്യുമ്പോൾ മാത്രമേ അവരത് ഫീൽ ചെയ്യുള്ളൂ. അവർക്ക് ആ യങ്നെസ് ഓൾവേസ് ഫീൽ ചെയ്യും. ലൈറ്റായിരിക്കും, നമ്മൾ അവിടെ ഇവിടെയും പെയിനൊന്നും ഉണ്ടാവില്ല, ഫ്ലെക്സിബിലിറ്റി ഇതെല്ലാം വരണം. എന്നാലാണ് നമ്മളുടെ ആ ഫ്ലെക്സിബിലിറ്റി, നമ്മുടെ എല്ലാ ജോയിൻസും ഫ്ലെക്സിബിൾ ആയിരിക്കണം. അത് ഏജിങ്ങിൻ്റെ ഒരു മെയിൻ പാർട്ട് ജോയിൻസ് ഫിക്സ്ഡ് ആവും എന്നുള്ളതാണ്. അപ്പം എല്ലാ ജോയിൻസും ഫിക്സ് അതാണ്, എല്ലാ ബ്ലഡ് പാരാമീറ്റേഴ്സും കറക്റ്റ് ആവണം. അപ്പോൾ ഇദ്ദേഹത്തിനാണെങ്കിൽ നമ്മൾ തുടങ്ങുമ്പം ഈവൻ വർഷങ്ങളായിട്ട് തൈറോയിഡിനും ഒക്കെ മരുന്ന് കഴിക്കുന്ന എല്ലാ മരുന്നും കുറച്ചുകൊണ്ടൊന്ന് നിർത്താൻ പറ്റിയെന്നുള്ളതാണ്. സോ ഇപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി ഏജിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി ഏജ് കുറയ്ക്കാൻ പറ്റണം. അത് പോസിബിളാണ്. അത് നമുക്ക് സെൽഫായിട്ട് നമ്മൾ സിംറ്റമാറ്റിക്കലി ഫീൽ ചെയ്യാൻ പറ്റും. അതുപോലെ ഇപ്പം ഈ റിവ്യൂവിന് വന്നപ്പോഴും പറയുന്നത് ഇപ്പം എനിക്ക് ആ ഒരു ഏജ് ഫീൽ ചെയ്യുന്നില്ല. ഏജ് ഫീൽ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ആ യൂത്ത്ഫുൾ ഏജ് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ആക്റ്റീവായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പം അതാണ് റിയൽ ആൻറ്റി ഏജിങ് എന്ന് പറയുന്നത്. നമ്മളല്ലാതെ ഡൈ ചെയ്ത് മുടി നരപ്പിക്കുക അതൊക്കെ ചെയ്യുന്നത് കുഴപ്പമില്ല, മറ്റ് ഓർഗൻസൊക്കെ ഓക്കെയാണ്. പക്ഷേ കിഡ്നി ഫെയിലിയറും ലിവർ ഫെയിലിയറിലോ ലിവറിനെയൊക്കെ ഡാമേജ് ചെയ്യിക്കുന്നത് ഒരു കാരണവശാലും ഡൈ ഒക്കെ ചെയ്യാൻ പോകരുത്. അതേസമയത്ത് മറ്റേ ആരോഗ്യ പ്രശ്നങ്ങളില്ലെങ്കിൽ കെയർഫുള്ളായിട്ട് ചെയ്താലും കുഴപ്പമില്ലാത്തേ ഉള്ളൂ. പക്ഷെ അത് നമ്മൾ എന്താണേലും അതൊരു റിസ്ക് ആണെന്നുള്ളത് മനസ്സിലാക്കുക. പക്ഷെ നമ്മൾ ബ്ലഡ് പാരാമീറ്റേഴ്സ് കറക്റ്റാണ്, ബോഡി കോമ്പോസിഷൻ കറക്റ്റാണ്. അങ്ങനെയാണെങ്കിൽ യു വിൽ ബി ഒരു ഫിറ്റായിട്ട് നമ്മുടെ ബോഡിയുടെ ഏജും നമുക്ക് ഇപ്പം വളരെ സിമ്പിളായിട്ടുള്ള ടെസ്റ്റുകളുണ്ട് ബോഡി ഏജ് കാൽക്കുലേറ്റ് ചെയ്യാൻ, റീസണബിളി ആക്യുറസിയോടെ കിട്ടും. അതാണ് നമ്മൾ ഇതിനകത്ത് നോക്കുന്നത്. അപ്പോൾ എല്ലാ പേഷ്യൻസും നമ്മൾ കറക്റ്റായിട്ട്, അതായത് നമ്മൾ ബേസിക്കലി നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ബോഡിയെ കറക്റ്റ് ചെയ്യാനും, ബോഡിയെ കറക്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇമ്മ്യൂൺ സിസ്റ്റം കറക്റ്റാകും, രോഗങ്ങൾ പതുക്കെ മാറി വരും. പിന്നെ എല്ലാം നമ്മൾ എത്ര കറക്റ്റായിട്ട് ചെയ്യുന്നു, നമ്മളുടെ ബോഡിയുടെ കറണ്ട് കണ്ടീഷൻ എന്താണെന്നുള്ളതനുസരിച്ചുമായിരിക്കും ഇരിക്കുന്നത്. ഇപ്പം പറഞ്ഞ പേഷ്യൻറ്റിന് ശരിക്കും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒന്നിച്ചാണ് ജോയിൻ ചെയ്തത്. ഇപ്പം വൈഫിനും വേറെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ആയിരുന്നു. പക്ഷേ അതിലും പാരലായിട്ട് ഇദ്ദേഹത്തെ പോലെ തന്നെ ബെനിഫിറ്റ് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അവരാണെങ്കിലും ബേസിക്കലി വരുമ്പം 53 വയസ്സിൽ ബോഡി ഏജ് 63 ആയിരുന്നു. അത് കുറഞ്ഞ് 3 മന്ത്സ് ആയപ്പോഴേക്കും 52 വരാൻ പറ്റി. അപ്പം മറ്റത് അദ്ദേഹത്തിനെ കൂടുതൽ കുറയ്ക്കാൻ പറ്റി. എന്നാലും രണ്ടുപേർക്കും ഈക്വലി ബെനിഫിറ്റ് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാൻ സമയമില്ല, അതെന്തോ. ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ രോഗലക്ഷണങ്ങളെ അല്ല ഫോക്കസ് ചെയ്യുന്നത്, അതിൻ്റെ അടിസ്ഥാന കാരണമായ ശരീരഘടനയിലെയും ഹോർമോൺ ബാലൻസിലെയും ഇമ്മ്യൂണിറ്റിയിലെയും വ്യതിയാനങ്ങളെയും അവയ്ക്ക് കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ പരിഹരിക്കാനുമാണ്. അതുകൊണ്ടാണ് ഏത് പ്രായത്തിലുള്ള ആൾക്കും ഒരേ സമയം വ്യത്യസ്ത രോഗങ്ങൾക്കും രോഗലക്ഷണങ്ങൾക്കും അസ്വസ്ഥതകൾക്കും ആശ്വാസം ലഭിക്കുന്നത്. രോഗമുക്തിക്ക് ആധാരം ഇമ്മ്യൂൺ സിസ്റ്റമാണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഉത്തമമായി പ്രവർത്തിക്കാനുള്ള അവസരമൊരുക്കുകയും അതിലൂടെ ശരീരത്തിൻ്റെ സെൽഫ് ഹീലിംഗ് പവറിനെ ഉത്തേജിപ്പിക്കുകയുമാണ് വേണ്ടത്. സ്വയം ജീവിതശൈലി ക്രമീകരിച്ച് ആരോഗ്യം ഉത്തമമാക്കി നിലനിർത്താനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. അതിന് കഴിയാതെ വരികയോ ഹൃദ്രോഗവും ക്യാൻസറും പോലുള്ള മാരക രോഗങ്ങൾ സംശയിക്കപ്പെടുമ്പോഴും, ഒന്നിൽ കൂടുതൽ രോഗങ്ങളുള്ളവർക്കും, മരുന്നുകൾ ദീർഘകാലം ഉപയോഗിക്കേണ്ടി വരുന്നവർക്കും, മരുന്നുകൾ കൊണ്ടും അസ്വസ്ഥതകൾ മാറ്റാൻ കഴിയാതെ വരുമ്പോഴും, ഓപ്പറേഷൻ ആവശ്യമായി വരുന്നവർക്കുമാണ് ക്ലിനിക്കൽ സപ്പോർട്ടോടെയും സൂപ്പർവിഷനോടെയുമുള്ള ജീവിതശൈലി ക്രമീകരണം ആവശ്യമായി വരുന്നത്. ജീവിതശൈലി ക്രമീകരണത്തിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചും ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തെക്കുറിച്ചും വെബ്സൈറ്റിൽ നിന്നും യൂട്യൂബിൽ നിന്നും കൂടുതൽ അറിയാനാവും. ഡോക്ടറേക്കാൾ അറിവ് നേടാം എന്ന യൂട്യൂബ് സീരീസിലെ വീഡിയോകളും നൂതന സമീപനം എന്ന സീരീസിലെ ആദ്യ വീഡിയോയും നിങ്ങളുടെ രോഗത്തെക്കുറിച്ചുള്ള വീഡിയോകളും
ചികിത്സ എങ്ങനെയാകണം എന്ന സീരീസിലെ വീഡിയോയും കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാ ശനിയാഴ്ചയും 2:30 ലൈവ് എപ്പിസോഡുകളും നിങ്ങളുടെ രോഗവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞുപോയ എപ്പിസോഡുകളും കാണുന്നതും നല്ലതാണ്. താങ്ക് യു.